പെർട്ടിക്കുലർ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മാത്സിൽ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത് എന്തായാലും യൂസ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇംഗ്ലീഷും മാത്സും അങ്ങനെ ഷഫിൾ ചെയ്തിട്ട് ക്ലാസ്സസ് കൊണ്ടുപോകാം കേട്ടോ. സോ ഞാൻ ഇനിയിപ്പോൾ ഒരു കുറച്ച് ദിവസം ഇംഗ്ലീഷ് തന്നെയായിരിക്കും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഇൻ ബിറ്റ്വീൻ സാറുടെ ക്ലാസ്സസും നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു വീക്ക്ലി 2 days ക്ലാസ്സസ് വെച്ചാലോ എന്നൊരു ആലോചന, ആക്ച്വലി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. സോ ഞാനത് സാറായിട്ട് ആക്ച്വലി ഡിസ്കസ് ഇതിന് മുമ്പ് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. സാറ്റർഡേ ആൻഡ് സൺഡേ ക്ലാസ് വെക്കുകയാണെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമോ? കാരണം ഒരു ദിവസം മാത്സ് ഒരു ദിവസം ഇംഗ്ലീഷ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സ്പീഡിൽ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമല്ലോ. അപ്പോൾ വീക്ക്ലി 2 days എടുത്താലോ എന്നൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സൺഡേ ആണെങ്കിൽ ഈവനിങ് ഉണ്ടാവില്ല, മോസ്റ്റ്ലി സൺഡേ ആഫ്റ്റർനൂണിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളിൽ എത്ര പേർക്കായിരിക്കും വില്ലിങ് ആയിരിക്കുക? വെറുതെ ഇത് ജസ്റ്റ് ഒരു പോളിംഗ് പോലെ ചോദിക്കുകയാണ്, നമ്മളൊന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ല. സൺഡേ അങ്ങനെ ക്ലാസ് വെക്കുകയാണെങ്കിൽ നമ്മൾ ടോണി സാറായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടേ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ മോർണിംഗ് അവൈലബിൾ ആയിരിക്കുമോ? സൺഡേസിൽ ഡേ ടൈം അവൈലബിൾ ആയിരിക്കുമോ? നിരഞ്ജനയ്ക്ക് കുഴപ്പമില്ല. ഓക്കെ, വാട്ട് അബൌട്ട് അതേഴ്സ്? നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യോ, കാരണം അതിനനുസരിച്ച് എനിക്ക് സാർ എടുത്ത് പറയാമല്ലോ. കുട്ടികൾക്ക് ഓക്കെ ആണെങ്കിലേ നമ്മളത് പ്രൊസീഡ് ചെയ്യുള്ളൂ. യെസ്, വാട്ട് അബൌട്ട് അതേഴ്സ്? മാളവികയ്ക്ക് സൺഡേ ക്ലാസ് എടുക്കുകയാണെങ്കിൽ അവൈലബിൾ ആയിരിക്കുമോ? ക്ലാസ്സസ് ഉണ്ടാവും. വാട്ട് ക്ലാസ്സസ്? മാം ട്യൂഷൻ ഒക്കെ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ട്യൂഷൻ ഉണ്ട് അല്ലേ? ഓക്കെ 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 ഫൈൻ. ഓക്കെ, അപ്പൊ നമുക്ക് തൽക്കാലം അങ്ങനെ എല്ലാ എന്താ പറയാ, മെജോറിറ്റി എന്ത് നോക്കിയിട്ടേ നമ്മൾ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് വാട്ട് അബൌട്ട് ഷിക്ക സൺഡേ അവൈലബിൾ ആയിരിക്കുമോ? ടീച്ചർ കൂടുതലുണ്ടാകും, സംടൈംസ് മാത്രമേ ബിസി ആയിരിക്കുള്ളൂ. മാക്സിമം അറ്റൻഡ് ചെയ്യും. ഓക്കെ, നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടില്ല. നമ്മൾ അങ്ങനെ ആണെങ്കിൽ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് മേ ബി ഒരു ജനുവരി തൊട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നാണ്. ഇപ്പൊ ഇനിയിപ്പോൾ ഒരു 3 months വീക്ക്ലി 1 day ആയിട്ട് തന്നെ പോട്ടെ. ഓക്കെ, ഇപ്പൊ ഒക്ടോബർ നവംബർ ഡിസംബർ, ഇപ്പോൾ ഇന്ന് സെപ്റ്റംബർ, ഇന്ന് 28th ആയില്ലേ. ഇനി ഫ്രം നെക്സ്റ്റ് ക്ലാസ് ഞാൻ പറയുന്നത്, ഇനി നമുക്ക് ഒരു 12 ക്ലാസ്സസ് വരും. ആ 12 ക്ലാസ്സസ് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഡിസൈഡ് ചെയ്യാം. ജനുവരി തൊട്ടിട്ട് മേ ബി വീക്ക്ലി 2 ക്ലാസ്സസോ അങ്ങനെ ചെയ്യാം. ബൈ ദ ടൈം വി വിൽ ഡിസ്കസ് ആൻഡ് ലെറ്റ് യു നോ. ഓൾ റൈറ്റ്. So I think we can start the session. 7:35 ആയല്ലോ. Let others join. Okay. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നിർത്തിയത് പാർട്സ് ഓഫ് സ്പീച്ച് സ്റ്റാർട്ട് ചെയ്തു. We completed nouns and pronouns. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയ ടോപ്പിക്സ് എന്ന് പറയുന്നത് what is a sentence, then the structure of a sentence, types of sentences, then parts of speech le nouns ഒക്കെ നോക്കി, pronouns നോക്കി. Today we are starting the third part of speech, verbs. So as you all know, ഒരു സെന്റൻസ് എന്ന് പറഞ്ഞാൽ വേർബ് ഇല്ലാണ്ട് ഒരു സെന്റൻസ് പോലും ഇല്ല. There is no sentence in English without a verb. So verb is the fundamental unit of a sentence എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ബയോളജിയിൽ സയൻസിലൊക്കെ പറയുന്ന പോലെ സെൽ ഇസ് ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയും ബയോളജിയിൽ. അതുപോലെ എന്താണ് വേർബ് എന്ന് പറയുന്നത് ഒരു സെന്റൻസിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ്. സബ്ജക്റ്റ് ആണെന്ന് നമ്മൾ വിചാരിക്കും. ഓഫ് കോഴ്സ് സബ്ജക്റ്റ് ഇല്ലാണ്ട് സെന്റൻസ് എഴുതാൻ പറ്റില്ല. ബട്ട് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി എയ്തർ എ നൗൺ ഓർ എ പ്രൊനൗൺ. അവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ബട്ട് വേർബിന് അങ്ങനെ ഓപ്ഷൻസ് ഇല്ല. വേർബിന് വേർബ് തന്നെയാണ് വേണ്ടത്. ഓക്കെ, സോ verb is a part of speech that is inevitable to form a sentence. Okay, so what are verbs? First നമുക്ക് അത് അറിയണം. So what is the definition of a verb എന്ന് അറിയണം, classification types of verbs അറിയണം, and how the verbs are used in different tenses. അപ്പോൾ ആക്ച്വലി നമ്മൾ വേർബ് കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടെൻസസ് ആണ്. അതായത് വേർബ്സ് കഴിഞ്ഞാൽ നമ്മൾ അഡ്ജക്റ്റീവ്സ്, ആഡ്വേർബ്സ് അങ്ങനെ പാർട്സ് ഓഫ് സ്പീച്ചിലേക്കാണ് യൂഷ്വലി പോവുക. ബട്ട് വേർബ് കഴിഞ്ഞാൽ ഐ എം പ്ലാനിങ് ടു സ്റ്റാർട്ട് ടെൻസസ് ഇമ്മീഡിയറ്റ്ലി ബിക്കോസ് വേർബ് ആൻഡ് ടെൻസസ് ആർ ക്ലോസ്ലി കണക്റ്റഡ് ടു ഈച്ച് അതർ. വേർബ്സ് നിങ്ങൾ തറോ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയറി ആയിട്ട് ടെൻസസ് സ്റ്റാർട്ട് ചെയ്യാം. Okay, so once you are thorough with verbs, we can move to tenses so that the concepts will be more clear. മറ്റേത് ഞാൻ എല്ലാ പാർട്സ് ഓഫ് സ്പീച്ചും എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ വേർബ് ടെൻസസിലേക്ക് പോകുമ്പോൾ ഫോർ സം പീപ്പിൾ ഇറ്റ് വിൽ ബി ലൈക്ക് ഒരു എന്താ പറയുക, ലെത്താർജിക് ആയിട്ട് അവർക്ക് തോന്നും. സോ ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് ഇറ്റ് ടു ദ എൻഡ്, ഇൻ ബിറ്റ്വീൻ തന്നെ ടെൻസസ് കൊണ്ടുവന്നാൽ ഐ ഫീൽ ദാറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ, സോ നൗ ലെറ്റ്സ് സീ വാട്ട് ആർ verbs. So this definition is very common. As you all know, verbs are words that indicate an action or a state of being in a sentence.
അപ്പോൾ വേർബ്സ് എന്താണ്? They are words that indicate an action or a state of being in a sentence. An action can be any kind of action. Listening, reading, writing, speaking, walking, talking, eating, sitting, standing, sleeping. All these are actions. So verbs are words that indicate an action or a state of being. സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു എക്സിസ്റ്റൻസ് കാണിക്കുന്നതിനെയാണ് വേർബ്സിന് സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈസ്, വാസ്, ആം, ആർ, വേർ ഇതിനൊക്കെയാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് ബീയിങ് റെപ്രസെന്റ് ചെയ്യുന്ന വേർബ്സ് എന്ന് പറയുന്നത്. ആൻഡ് അതിനെ നമ്മളൊരു സെപ്പറേറ്റ് ടൈപ്പ് ഓഫ് വേർബ് എന്ന് പറയും. ഓക്കെ, ബിഫോർ മൂവിങ് ടു ദാറ്റ് ബേസിക് ആയിട്ട് വാട്ട് ഇസ് എ വേർബ് എന്നുള്ളത് മനസ്സിലാക്കുക. എ വേർബ് ഇസ് എ വേർഡ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ആൻ ആക്ഷൻ ഓർ എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഇൻ എ സെന്റൻസ്. A sentence remains incomplete without the presence of a verb in it. Very important. A sentence remains incomplete. A sentence is not completed without a verb in it. അപ്പോൾ അതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു സെന്റൻസിൽ മിനിമം ഒരു വേർബ് എങ്കിലും വേണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. So now we have some examples here. Look at the following sentences. Vani gave me a handbag. Disha loves flowers. The phone rang. The tiger is the national animal of India. Shweta is an artist and I have written a letter to my teacher. So here you can see Vani gave me a handbag. So here the action that is performed is gave. Gave is the action that is performed. So Vani enikku handbag thannu. Vani gave me a handbag. Similarly, Disha loves flowers. Here you can see Disha is doing an action called loving. Loves. So Disha loves flowers. Now the third one is the phone rang. So rang is the verb here. It is the past tense of ring. Ring, rang, rung nanu nammal paraya. Okay. Now the fourth one is the tiger is the national animal of India. So here you can see there is no action verb. Action word ആയിട്ട് നമുക്ക് ഇവിടെ ഒന്നും തന്നെ ഇല്ല. So instead of an action verb, ഒരു സെന്റൻസ് ആയാൽ ഡെഫിനറ്റ്ലി ഒരു verb ഉണ്ടാവണം എന്നുണ്ട്. But in case അവിടെ ആക്ഷൻ വേർബ് ഇല്ലെങ്കിൽ വി ക്യാൻ ഡിപ്പെൻഡ് ഓൺ ഹെൽപ്പിംഗ് വേർബ്സ്. അപ്പോൾ ഹെൽപ്പിംഗ് വേർബ്സ് അല്ലെങ്കിൽ ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്നത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇത് കഴിഞ്ഞിട്ട് പഠിക്കുന്നതായിരിക്കും. സോ ഫോർ ദ ടൈം ബീയിങ് ഇങ്ങനെ മനസ്സിലാക്കുക, മെയിൻ വേർബ് ഇല്ലാത്ത കേസസിൽ നമ്മൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഹെൽപ്പിംഗ് വേർബ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ദ ടൈഗർ ഇസ് ദ നാഷണൽ ആനിമൽ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇവിടെ ഈസ് ആണ് നമുക്ക് വേർബായിട്ട് വരുന്നത്. ഈസ് ഇസ് ദ ഹെൽപ്പിംഗ് വേർബ് ഹിയർ. സോ അതാണ് ഈ സെന്റൻസിന്റെ തന്നെ verb ആയിട്ട് മാറുന്നത് because there is no other main verb. All right. Next, Shweta is an artist. Again here also there is no main verb, so we can depend on is, which is a helping verb. And finally, I have written a letter to my teacher. Here this is a sentence which has both a helping verb as well as an action verb. Written എന്ന് പറയുന്നത് it is the main verb and have എന്ന് പറയുന്നത് ഒരു helping or auxiliary verb ആണ്. This auxiliary is nothing but a helping verb. So some sentences will have both a helping verb as well as a main verb. Some sentences will have only an action word and there are also sentences with only helping verbs. ഇങ്ങനെ മൂന്ന് കേസസിൽ നമുക്ക് സെന്റൻസസ് വരാം. ഒന്നിൽ വെറും മെയിൻ വേർബ് മാത്രമായിട്ട് വരാം, അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് മാത്രമായിട്ട് വരാം, അല്ലെങ്കിൽ രണ്ടുപേരും ചേർന്നിട്ടും സെന്റൻസസ് വരാം. ഫോർ എക്സാമ്പിൾ ഷീ ഈസ് ഗോയിങ് ടു സ്കൂൾ എന്ന് പറയുമ്പോൾ ഈസ് ഇസ് എ ഹെൽപ്പിംഗ് വേർബ്, ഗോയിങ് ഇസ് എ മെയിൻ വേർബ്. അവിടെ ഇപ്പോൾ രണ്ടുപേരും വന്നു. So there are possibilities where both the helping verb as well as the main verb occurs in a sentence. Anyways, നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് in short, a sentence must contain at least one type of verb. Can be either a helping verb or a main verb or even a combination of helping verb and main verb. ആ കോമ്പിനേഷൻ നമ്മൾ പറയുന്നതാണ് verb compounded verb എന്ന് നമ്മൾ പറയും. verb phrase എന്ന് പറയും, അല്ലെങ്കിൽ compounded verb എന്ന് പറയും. It's a combination of both the helping verb and the main verb. All right. So here, what did you find in the above sentences? നമ്മളിവിടെ കുറച്ച് എക്സാമ്പിൾസ് നോക്കി അല്ലേ? 6 sentences നോക്കി. So what do you find in these 6 sentences? We identified verbs or action words അല്ലേ? Then subject എന്താണെന്ന് നമുക്ക് മനസ്സിലായി. Subject is nothing but a noun or pronoun. This is just a recap of what we have studied so far. Okay. Predicate. Predicate is a part of a sentence without the subject. Subject ഇല്ലാണ്ട് വരുന്ന ഒരു പാർട്ടിനെയാണ് നമ്മൾ predicate എന്ന് പറയുന്നത്. Next is direct object.
An object that receives the action directly is called the direct object. An indirect object is an object that indirectly receives the action. And finally, complement. Complement is a word that gives additional meaning to the subject. It is just like an adjective. നമ്മൾ ചില സമയങ്ങളിൽ ഡിസ്ക്രൈബിംഗ് വേർഡിനെ തന്നെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നതിന് പകരം കോംപ്ലിമെന്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ഞാനിതിൽ ചില 2-3 സ്പെഷ്യൽ കേസസ് മാത്രം പറയാം. ഇപ്പോൾ വാണി ഗേവ് മീ എ ഹാൻഡ് ബാഗ് എന്നുണ്ടല്ലോ. ഇവിടെ നമുക്ക് പറയുകയാണെങ്കിൽ വാണി ഇസ് ദ സബ്ജക്റ്റ്. ഓക്കെ, വാണി ഇസ് ദ സബ്ജക്റ്റ്, ഗേവ് ഇസ് ദ വേർബ്. ഇവിടെ നമുക്ക് 2 ഒബ്ജക്ട്സ് ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് ആണ്, മറ്റേത് ഇൻഡയറക്റ്റ് ആണ്. സോ ക്യാൻ യു ഐഡന്റിഫൈ വിച്ച് ഇസ് ഡയറക്റ്റ് ആൻഡ് വിച്ച് ഇസ് ഇൻഡയറക്റ്റ് ഹിയർ? യു ക്യാൻ കമന്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഓക്കെ, വാണി ഗേവ് മീ എ ഹാൻഡ് ബാഗ്. ഇവിടെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഡിഒ ഏതാണ്, ഐഡിഒ ഏതാണ്? കം ഓൺ, യു റിമെമ്പർ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരുപാടൊന്നും ആയിട്ടില്ല നമ്മളത് കഴിഞ്ഞിട്ട് അല്ലേ? ഫസ്റ്റ് ഡിഒ കമന്റ് ചെയ്യാം. ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഫസ്റ്റ് നോക്കുക ആൻഡ് ദെൻ ഇൻഡയറക്റ്റിലേക്ക് പോവുക. കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? വാണി ഈസ് ദ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണോടാ? വാണി സബ്ജക്റ്റ് അല്ലേ? വാണി സബ്ജക്റ്റ് അല്ലേ മോളെ? വാണി ഈസ് ദ സബ്ജക്റ്റ്, ഗേവ് ഇസ് ദ വേർബ്. വൺ മോർ ചാൻസ്. ഹാൻഡ് ബാഗ്. ഹാൻഡ് ബാഗ് എന്താണ്? എന്ത് ഒബ്ജക്റ്റ് ആണ്? ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ? Direct object. Yes, handbag is the direct object. Good. And what about the indirect object? Me. Yes, Jia, you are correct. Me is the indirect object. So Vani is the subject, gave is the verb, me is the direct object. I'm sorry, a handbag is the direct object and me is the indirect object. Okay. അപ്പോൾ നമുക്ക് ചില സെന്റൻസസിൽ 2 ഒബ്ജക്ട്സ് വരും. അപ്പം നമ്മൾ എങ്ങനെ അത് ആൻസർ ചെയ്യണം? വാട്ട് ഈസ് വാണി ഗിവിംഗ് എ ഹാൻഡ് ബാഗ്? അത് ഡയറക്റ്റ് ഒബ്ജക്ട്. ടു ഹൂം ഡിഡ് ഷീ ഗിവ് ദ ഹാൻഡ് ബാഗ്? ടു മീ. അപ്പൊ മീ എന്നുള്ളത് ഇൻഡയറക്റ്റ് ഒബ്ജക്ട്. ആർക്ക് കൊടുത്തു അല്ലെങ്കിൽ ആർക്ക് വേണ്ടി ചെയ്തു, ആ പെർട്ടിക്കുലർ പേഴ്സണിനെ നമ്മൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇപ്പോൾ വാണി ഗേവ് ഹിം എ ഹാൻഡ് ബാഗ് എന്ന് പറയുമ്പോൾ ഹിം ആയിരിക്കും അവിടുത്തെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഓക്കെ, നൗ ദ സെക്കൻഡ് സെന്റൻസ് ഇസ് വെരി ഈസി. നമുക്ക് അവിടെ ഡിഒ മാത്രമേ വരുന്നുള്ളൂ. തേർഡ് സെന്റൻസ് നോക്കൂ. ദ ഫോൺ റാങ്. Here we don't find any object. The phone rang എന്ന് പറയുമ്പോൾ the phone is the subject. The phone is the subject and rang is the verb, but there is no object. Still it is a meaningful sentence because we know that sentences sometimes will have only a subject and a verb. Still they are meaningful sentences. Okay, next, the tiger is the national animal of India. ഇവിടെ the tiger എന്നുള്ളത് സബ്ജക്റ്റ് ആണ്, is എന്നുള്ളതാണ് verb. നേരത്തെ പറഞ്ഞു. ദ നാഷണൽ ആനിമൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ടുഗെദർ, അത് ഒരുമിച്ച് എന്താണ്? നമുക്ക് ഒന്നിൽ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ അതിനൊരു കോംപ്ലിമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. വൈ? ബിക്കോസ് ടൈഗറിന് ഞാൻ കൊടുക്കുന്ന ഒരു പദവിയാണ് ദ നാഷണൽ ആനിമൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ കൊടുക്കുന്ന ഒരു ഡെസിഗ്നേഷൻ ആണത്. ടൈഗറിന് ഞാൻ കൊടുക്കുന്ന ഡെസിഗ്നേഷൻ ആണ് നാഷണൽ ആനിമൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡിസ്ക്രൈബിങ് ദ ടൈഗർ, ഡിസ്ക്രൈബിങ് ദറ്റ് ആനിമൽ. അപ്പൊ അതുകൊണ്ട് എന്താണ്, ദ നാഷണൽ ആനിമൽ ഓഫ് ഇന്ത്യ എന്നുള്ള ആ ഹോൾ സെഗ്മെന്റിനെ എനിക്ക് കോംപ്ലിമെന്റ് ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഒബ്ജക്റ്റ് എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും, പക്ഷെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മോർ കറക്റ്റ്. ഓക്കെ, ഇനി ശ്വേത ഇസ് ആൻ ആർട്ടിസ്റ്റ്. ഇവിടെ നോക്കുക, ശ്വേത ഇസ് ദ സബ്ജക്ട്, ഈസ് ഇസ് ദ വേർബ്. ആൻ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നതിനെ കോംപ്ലിമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ ഒരാളുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരാളുടെ സ്റ്റേറ്റസ് പറയുമ്പോൾ അതിനെ നമ്മൾ കോംപ്ലിമെന്റ് ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. ഇറ്റ് ഈസ് മോർ ബെറ്റർ ദാൻ കൺസിഡറിങ് ഇറ്റ് ആസ് ആൻ ഓബ്ജക്റ്റ്. ഓക്കെ, അതേപോലെ ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ ടു മൈ ടീച്ചർ. ഇവിടെ ഐ ഇസ് ദ സബ്ജക്ട്, ഹാവ് റിട്ടൺ എന്നുള്ളത് വേർബ്, ടുഗെദർ വേർബ് ഫ്രേസ് ആണ്. എ ലെറ്റർ ടു മൈ ടീച്ചർ എന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എ ലെറ്റർ ടു മൈ ടീച്ചർ. അപ്പോൾ ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ എന്നുള്ളത് നമുക്ക് ഇവിടെ എന്താണ്? ഡയറക്റ്റ് ഓബ്ജക്റ്റ്. ടു മൈ ടീച്ചർ എന്നുള്ളത് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്. ഇവിടെ നേരെ മാറും. ഇവിടെ എന്തെഴുതി? ലെറ്റർ എഴുതി. ആർക്ക് എഴുതി? ടീച്ചർക്ക് എഴുതി. അപ്പൊ ലെറ്റർ ഡയറക്റ്റ് ഓബ്ജക്റ്റും ആർക്കാണ് കൊടുക്കുന്നത്? ടീച്ചർക്ക്. ടീച്ചർ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റുമായിട്ട് മാറും. ഓൾറൈറ്റ്, സോ ഇതാണ് നമ്മൾ
നോക്കിയത് verbs, subjects, predicates, indirect objects, direct objects and complement. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോൾ ഇതിൽ നോക്കിയത്. സോ ഇതിന്റെ ജസ്റ്റ് ഒരു റീചെക്ക് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഇതൊരു പാർട്ട് ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്യാം. Now, what did we understand from these examples? So in all the above statements, there is a verb as part of the sentence or as part of the predicate of all sentences. എല്ലാ സെന്റൻസിലും പ്രെഡിക്കേറ്റിലാണല്ലോ വേർബ് വരുന്നത്. സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് എന്ന് പറയുമ്പോൾ പ്രെഡിക്കേറ്റിലാണ് ഈ വേർബും ഒബ്ജക്റ്റും ഒക്കെ വരുന്നത്. നൗ ഈ പറയുന്ന 5-6 സെന്റൻസസിൽ നമ്മൾ ഇവിടെ 5 എടുത്തിട്ടുള്ളൂ. ബിക്കോസ് 4th വണ്ണിലും 5th വണ്ണിലും ഈസ് മാത്രമായിരുന്നു വേർബ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ ഒറ്റ കേസായിട്ട് ക്ലബ് ചെയ്തിട്ടുണ്ട്. നൗ യു ക്യാൻ സീ ഫസ്റ്റ് സെന്റൻസിൽ ഗേവ്. വോയിസ് കട്ട് ആവുന്നുണ്ടോ? ഓക്കെ, എല്ലാവർക്കും ഈ ഇഷ്യൂ ഉണ്ടോ? വേറെ ആർക്കെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ആനന്ദകൃഷ്ണൻ ഒന്ന് എക്സിറ്റ് ആയിട്ട് വന്ന് നോക്കൂ കേട്ടോ. കട്ട് ആവുന്നുണ്ടോ മോളെ? ഓക്കെ, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ. അനന്തകൃഷ്ണന് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സിറ്റ് ചെയ്ത് വരൂ. Is it okay? Am I audible? Is it clear? Somebody please respond. Yes, okay, thank you. Okay. Okay, fine, thank you. So here you can see gave, loves, rang, is, written. ഈ ഇത്രയും വേർബ്സ് ആണ് നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസിൽ ഇപ്പൊ കിട്ടിയത്. അപ്പൊ ഗേവ് എന്ന് പറയുന്നത് അതിനൊരു പേരാണ് ട്രാൻസിറ്റീവ് വേർബ് അല്ലെങ്കിൽ ഫൈനൈറ്റ് വേർബ് എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് ഇതൊക്കെ എന്ന് നോക്കും കേട്ടോ. ലവ്സ് എന്ന് പറയുന്നതും എന്താണ്? ലവ്സ് എന്ന് പറയുന്നത് ഒരു ഇൻട്രാൻസിറ്റീവ് വേർബും ഫൈനൈറ്റ് വേർബുമാണ്. റാങ് എന്ന് പറയുന്നത് ഇൻട്രാൻസിറ്റീവ് ഫൈനൈറ്റ് ആണ്. ഈസ് എന്ന് പറയുന്നത് ഒരു ട്രാൻസിറ്റീവും ഫൈനൈറ്റുമാണ്. ആൻഡ് റിട്ടൺ എന്ന് പറയുന്നതും ദാറ്റ്സ് ഓൾസോ എ ട്രാൻസിറ്റീവ് ആൻഡ് ഫൈനൈറ്റ് വേർബ്. അപ്പൊ നമ്മൾ ഇവിടെ 3 ടേംസ് ആണ് ന്യൂ ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ വാട്ട് ഈസ് എ വേർബ് എന്ന് നോക്കി, ഡെഫിനിഷൻ നോക്കി. നൗ വി ആർ ഗോയിങ് ടു ചെക്ക് ദ ടൈപ്സ് ഓഫ് വേർബ്സ്. So there are basically 3 types of verbs in English. They are finite verbs, transitive verbs and intransitive verbs. ഇതാണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. What are the 3 types of verbs? Finite verbs, transitive verbs and intransitive verbs. ഇത് കൂടാണ്ട് നിങ്ങൾക്ക് 2 ടൈപ്പും കൂടെ ഉണ്ട്. റെഗുലർ വേർബ്സ് ആൻഡ് ഇറഗുലർ വേർബ്സ്. അത് ഞാൻ ലാസ്റ്റിൽ പറയാം. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഫൈനൈറ്റ് വേർബ്സ്, ട്രാൻസിറ്റീവ് വേർബ്സ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വേർബ്സ്. ഇതാണ് നമുക്ക് ഗ്രാമാറ്റിക്കലി കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ എന്താണ് ഫൈനൈറ്റ് വേർബ്സ് എന്ന് നോക്കാം. സോ verbs that have a definite tense are called finite verbs. എന്താണ് പറയുന്നത്? Finite verbs are verbs that have a definite tense are called finite verbs. They have to agree with their subjects in person and number. Examples like gave, loves, rang, is, are, etc. are finite verbs. So very simple. Finite verbs എന്ന് പറഞ്ഞാൽ ഏതൊരു വേർബിനാണോ ടെൻസ് മാറുന്നതിനനുസരിച്ച് അതിന്റെ ഫോം മാറ്റാൻ പറ്റുന്നത്. ടെൻസ് ചേഞ്ച് സംഭവിക്കുമ്പോൾ അതിന്റെ കൂടെ തന്റെ ഫോമും മാറ്റാൻ പറ്റുന്ന വേർബുകൾ ഏതാണോ ആ വേർബ്സിനെ നമ്മൾ എന്ത് പറയുന്നു? ഫൈനൈറ്റ് വേർബ്സ് എന്ന് പറയുന്നു. ആൻഡ് ഫൈനൈറ്റ് വേർബ്സ് ഹാവ് ടു അഗ്രി വിത്ത് ദെയർ സബ്ജക്ട്സ് ഇൻ പേഴ്സൺ ആൻഡ് നമ്പർ. ഫൈനൈറ്റ് വേർബിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ടെൻസ് ചേഞ്ച് ആവുമ്പോൾ അവരുടെ ഫോം മാറും. ദാറ്റ് ഈസ് V1, V2, V3 എന്ന് 3 ഫോംസ് ഉണ്ടല്ലോ. ആ ഫോംസിനനുസരിച്ച് അവർ മാറും, ടെൻസിനനുസരിച്ച് അവർ മാറും. നോട്ട് ഓൺലി ദാറ്റ്, അവർക്ക് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാനും സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ അവരും പ്ലൂറൽ ആയിട്ട് അവർക്കും എക്സിസ്റ്റ് ചെയ്യാനും ഉള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. സോ ദേ ഹാവ് ടു അഗ്രി വിത്ത് ദിയർ സബ്ജക്ട്സ് ഇൻ പേഴ്സൺ ആൻഡ് നമ്പർ. ആ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? സിംഗുലർ ആൻഡ് പ്ലൂറലിനെയാണ് മീൻ ചെയ്യുന്നത്. Examples like gave, loves, rang, is, are, etc. are finite verbs. Let me ask you, gave എന്ന് പറയുന്നത് give ന്റെ V2 ഫോം അല്ലേ? അപ്പോൾ ടെൻസ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് give, gave, given എന്ന് നമുക്ക് എഴുതാം. സിമിലർലി love, loves എന്ന് പറയുമ്പോൾ loves എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്, love എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണ്. അപ്പൊ love, loves, അതുപോലെ past tense V3 ഒക്കെ പോകുമ്പോൾ loved എന്ന് നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യാം. Rang, rang is the past tense of ring, ring, rang, rung.
അപ്പോൾ റിംഗ് റാങ് റങ് എന്നൊക്കെ നമുക്ക് V1 V2 V3 ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ദാറ്റ് ഇസ് അഗെയിൻ എ ഫൈനൈറ്റ് വേർബ്. ഈസ് എന്നുള്ളത് ഒരു ഹെൽപ്പിംഗ് വേർബ് ആണെങ്കിൽ പോലും ദാറ്റ്സ് ഓൾസോ എ ഫൈനൈറ്റ് വേർബ് ബിക്കോസ് ഈസ് പാസ്റ്റ് ടെൻസ് ഇസ് വാസ്. അതേപോലെ ആറിന്റെ പാസ്റ്റ് ടെൻസ് വേർ, അതിന് V3 ഫോം ഇല്ല, V1 V2 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഹെൽപ്പിംഗ് വേർബ്സിന് ബേസിക്കലി V1 V2 മാത്രമേ ഉള്ളൂ, V3 ഉണ്ടാവില്ല. അപ്പോൾ എന്താണ്, സ്റ്റിൽ അവർക്കും ഫോം ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. Hence they are called finite verbs. So we have some examples here. Shika, can you read the 3 examples please? Yes, teacher. Yeah. The 1, 2, 3, okay? Shika, are you reading? You are not audible. Yes, teacher. Can you hear me now? Yes, I can hear you. Yeah. Shyam plays the guitar beautifully. Actually, Shika, you have to read the 1, 2, 3 above. Yeah. Oh, sorry. It's okay. I like chocolates. Present tense. The exam was on Sunday. Past tense. Rahul will come tomorrow. Future tense. Very good. Okay, so here you can see I like chocolates. So this is a sentence in present tense. എനിക്ക് chocolates ഇഷ്ടമാണ്. I like chocolates. The exam was on Sunday. അപ്പോൾ എക്സാം സൺഡേ ആയിരുന്നു. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്. ഇനി രാഹുൽ വിൽ കം ടുമോറോ. രാഹുൽ നാളെ വരും. ഫ്യൂച്ചർ ടെൻസ്. സോ ഹിയർ യു ക്യാൻ സീ ഇൻ ദ ഫസ്റ്റ് സെന്റൻസ് ലൈക്ക് ആണ് അവിടുത്തെ വേർബ്. ഇൻ ദ സെക്കൻഡ് സെന്റൻസ് വാസ് ആണ് അവിടുത്തെ വേർബ്. ഇൻ ദ തേർഡ് സെന്റൻസ് കം ആണ് വേർബ്. അപ്പോൾ ഈ ലൈക്ക്, വാസ്, കം ഇവരൊക്കെ എന്താണ്, ഫൈനൈറ്റ് വേർബ്സ് ആണ്. ബിക്കോസ് പ്രസന്റ് ടെൻസിൽ ലൈക്കുന്നുണ്ട്. നേരെ മറിച്ച് പാസ്റ്റ് ടെൻസിലായിരുന്നു എന്നാണെങ്കിൽ ലൈക്ക്ഡ് എന്നായിട്ട് മാറില്ലേ, ഐ ലൈക്ക്ഡ് ചോക്ലേറ്റ്സ് എന്നായിട്ട് മാറും. അതേപോലെ ദ എക്സാം വാസ് ഓൺ സൺഡേ, പ്രസന്റ് ടെൻസിൽ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ദ എക്സാം ഈസ് ഓൺ സൺഡേ എന്ന് വരും. ഇനി ഫ്യൂച്ചറിൽ എഴുതണമെങ്കിൽ ദ എക്സാം വിൽ ബി ഓൺ സൺഡേ എന്ന് മാറും. അപ്പോൾ എന്താണ്, നമുക്ക് അക്കോർഡിംഗ് ടു ദ ചേഞ്ചിങ് ടെൻസ് ദ ഫോം ഓഫ് ദ വേർബ് ഓൾസോ ചേഞ്ചസ്. ഹെൻസ് ദേ ആർ ഓൾ ഫൈനൈറ്റ് വേർബ്സ്. രാഹുൽ വിൽ കം ടുമോറോ എന്നുണ്ട്. ഇപ്പോൾ രാഹുൽ കംസ് ടുഡേ, രാഹുൽ കെയിം യെസ്റ്റർഡേ. പ്രസന്റും പാസ്റ്റിലേക്കൊക്കെ എനിക്ക് വേണമെങ്കിൽ മാറ്റി എഴുതാം. ഹെൻസ് ദീസ് വേർബ്സ് ലൈക്ക്, വാസ്, കം എക്സെട്ര ആർ ഓൾ ഫൈനൈറ്റ് വേർബ്സ്. ഓൾറൈറ്റ്, ഇപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഫൈനൈറ്റ് വേർബ്സ് എന്ന് പറഞ്ഞാൽ വേർബ്സ് ദാറ്റ് ക്യാൻ ചേഞ്ച് ദെയർ ഫോംസ് അക്കോർഡിംഗ് ടു ദ ചേഞ്ചിങ് ടെൻസസ് ആർ കോൾഡ് ഫൈനൈറ്റ് വേർബ്സ്. ഓക്കെ, ആൻഡ് ദേ ഓൾസോ അഗ്രി വിത്ത് ദ സബ്ജക്ട് ആൻഡ് നമ്പർ ഇൻ ദ സെന്റൻസ്. അതായത് സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. വാട്ട് ഇസ് സബ്ജക്ട് വേർബ് അഗ്രിമെന്റ്? If the subject is singular, then the verb will also be singular, and if the subject is plural, the verb will also be plural. This is called subject verb agreement. Okay, next moving to the second type, transitive and intransitive verbs. ഇത് നിങ്ങൾ കുറച്ച് ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ടതാണ്. ഈസിയാണ്, ജസ്റ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. വൺസ് ഓർ ട്വൈസ് വായിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ട്രാൻസിറ്റീവ് വേർബ്സ് എന്താണെന്ന് വെച്ചാൽ verbs that need objects to complete their meaning are called transitive verbs. അതായത് ചില വേർബ്സിന് ഒരു പ്രത്യേകതയുണ്ട്. അവരെ നമ്മളൊരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ ഓബ്ജക്റ്റ് വരണമെന്നില്ല. അതായത് നമ്മളൊരു ഒരു സെൻറ്റൻസിൽ ഒരു സബ്ജക്റ്റ് എഴുതി, ഒരു വേർബ് എഴുതി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒബ്ജക്റ്റ് വേണമെന്ന് ചോദിച്ചാൽ ചില കേസസിൽ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിലേ സെൻറ്റൻസ് കംപ്ലീഷൻ കിട്ടുള്ളൂ. Whereas ചില കേസസിൽ ഒബ്ജക്റ്റ് ഇല്ലെങ്കിലും ദ സെന്റൻസ് ഇസ് കംപ്ലീറ്റ്. ഫോർ എക്സാമ്പിൾ ദ ഫോൺ റാങ് എന്ന് നേരത്തെ പറഞ്ഞില്ലേ, ദ ഫോൺ റാങ്. അപ്പം നേരത്തെ നമ്മളത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഒബ്ജക്റ്റ് ഇല്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് മീനിങ് ഫുൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ റാങ് എന്ന് പറയുന്നത് ഒരു വേർബ്, ആ വേർബിന് എന്താണെന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് വേണ്ട. പക്ഷെ ട്രാൻസിറ്റീവ് വേർബ്സ് എങ്ങനെയാണ്? വേർബ്സ് ദാറ്റ് നീഡ് ഒബ്ജക്ട്സ് ടു കംപ്ലീറ്റ് ദെയർ മീനിങ്. ഒബ്ജക്റ്റ് വേണം, ഒബ്ജക്റ്റിനെ ആവശ്യപ്പെടുന്ന വേർബ്സിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത്. അപ്പം നാച്ചുറലി ഒബ്ജക്റ്റ് വേണ്ടാത്ത വേർബ്സിനെ നമ്മൾ ഇൻട്രാൻസിറ്റീവ് വേർബ്സ് എന്ന് പറയും. ഓക്കെ, സോ വേർബ്സ് ദാറ്റ് നീഡ് ഒബ്ജക്ട്സ് ടു കംപ്ലീറ്റ് ദെയർ മീനിങ് ആർ കോൾഡ് ട്രാൻസിറ്റീവ് വേർബ്സ്. We have 3 examples here. So, Shamir Babu, can you read the examples? I forgot your name. Niha ano? Yes, Niha. ma'am. I have a fever.
You have fever? Okay, okay, fine, no problem. Yes, Malavika, can you read it? The 3 examples? Yes, ma'am. Yes, Malavika. Yeah. Shyam, Mole mic off. Okay. Shyam plays the guitar beautifully. The doctor gave me some medicines. The physi- The physician prescribed some tablets to the patient. Malavika, you are not audible, Molu. Oh, mic off ചെയ്തോളൂ ട്ടോ. Okay, so here you can see Shyam plays the guitar beautifully. The doctor gave me some medicines and the physician prescribed some tablets to the patient. Here you can see Shyam plays the guitar beautifully എന്ന് പറയുമ്പോൾ yes, Malavika, is it okay now? yes, ma'am. Mic cut ആയതാ. Okay, no problem. Okay, so here you can see Shyam subject plays എന്നുള്ളത് ഇവിടുത്തെ verb ആണ്. അപ്പോൾ വെറുതെ ഞാൻ Shyam plays എന്ന് മാത്രം എഴുതിയാൽ it means that Shyam is playing on a ground അല്ലെങ്കിൽ Shyam ഒരു പാർക്കിലോ എവിടെയെങ്കിലും കളിക്കുകയാണ് എന്നുള്ള മീനിങ് ആണ് അവിടെ വരുന്നത്. വെറും ഞാൻ Shyam plays എന്ന് മാത്രം എഴുതിയാൽ അങ്ങനെ ഒരു മീനിങ് ആണ് വരിക. ബട്ട് ഇവിടെ ഞാൻ മീൻ ചെയ്യുന്നത് എന്താണ്? Shyam ഒരു ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യാണ് എന്നാണ്. നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നതിന് എന്താ പറയാ? പ്ലേയിങ് എന്നാണ് പറയാ. അനു പ്ലേസ് എ ഗിറ്റാർ, വിവേക് പ്ലേസ് എ വയലിൻ, ഷീ പ്ലേസ് ഹെർ വീണ. അപ്പൊ നമ്മളെല്ലാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനും പറയുന്നത് എന്താണ്? വായിക്കുക എന്ന് പറയുന്നതിന് എന്താണ്? പ്ലേ എന്നാണ് പറയുക. അപ്പോൾ Shyam പ്ലേസ് എന്ന് മാത്രം പറഞ്ഞാൽ Shyam is playing on the ground എന്നുള്ള മീനിങ് ആയി പോകും. ബട്ട് എനിക്കിവിടെ ക്ലിയർ ആയിട്ട് പറയണം ഇൻസ്ട്രുമെന്റ് ആണ് പ്ലേ ചെയ്യുന്നത്. അപ്പൊ എന്താണ്? ഒബ്ജക്റ്റ് ഇവിടെ വേണം. Shyam plays the guitar എന്നുള്ള ഒബ്ജക്റ്റ് ഇവിടെ മസ്റ്റ് ആയിട്ട് വേണം. Okay, so Shyam plays the guitar beautifully. Similarly, the doctor gave me some medicines. ഇവിടെ നോക്കൂ, the doctor gave എന്ന് മാത്രം എഴുതിയാൽ does it make any sense? The doctor gave എന്ന് മാത്രം പറഞ്ഞാൽ it doesn't make any sense. അപ്പോൾ the doctor gave what? Some medicines. ആ me ഇല്ലെങ്കിലും കുഴപ്പമില്ല, indirect object ഇല്ലെങ്കിലും കുഴപ്പമില്ല. The doctor gave me some medicines എന്നും പറയാം, the doctor gave some medicines to me അങ്ങനെയും പറയാം. But still അവിടെ ഒരു ഒബ്ജക്റ്റ് എങ്കിലും വേണ്ടി വരുന്നില്ലേ? ആവശ്യം വരുന്നുണ്ട് അല്ലേ? Similarly, the physician prescribed some tablets to the patient. The physician, who is a physician? A doctor. So the physician prescribed എന്ന് മാത്രം എനിക്ക് എഴുതാൻ പറ്റില്ല. അവിടെ എന്താണ്? കംപ്ലീഷൻ വരുന്നില്ല. അപ്പോൾ ഈ പറയുന്ന വേർബ്സിനൊക്കെ എന്ത് വേണം? ഒബ്ജക്റ്റും കൂടെ വേണം. So the physician prescribed some tablets to the patient. Some tablets എന്ന് പറയുന്നത് ഡയറക്റ്റ് ഒബ്ജക്റ്റും to the patient എന്നുള്ളത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും. അവിടെ നമുക്ക് ഒരു ഒബ്ജക്റ്റ് വന്നാലും മതി. Okay, but however we need at least one object. Okay, so verbs like place, gave, prescribed all need at least one object to give us a meaningful sentence. Hence they are called transitive verbs. അപ്പോൾ transitive verbs എന്ന് പറഞ്ഞാൽ എന്താണ്? Verbs that need objects to complete their meaning are called transitive verbs. അങ്ങനെയാണെങ്കിൽ verbs that do not need objects to complete their meaning are called intransitive verbs. Okay, അപ്പോൾ intransitive verbs എന്താണെന്ന് നോക്കാം. Verbs that do not require an object to complete their meaning are called intransitive verbs. Just the opposite of transitive verbs. So we have 5 simple examples here. Gia, can you read the examples? Yes, ma'am. The phone rang, the train arrived, the lion roars, birds fly, boys play. All right. So here you can see the phone rang. എന്ന് മാത്രം പറഞ്ഞാലും ഈവൻ അവിടെ ഒബ്ജക്റ്റ് ഒന്നും ഞാൻ എഴുതിയിട്ടില്ല, സ്റ്റിൽ അതൊരു മീനിങ് ഫുൾ സെന്റൻസ് അല്ലേ? യെസ്. അതേപോലെ ദ ട്രെയിൻ അറൈവ്ഡ്, ട്രെയിൻ വന്നു. അഗെയിൻ ദാറ്റ് ഈസ് ഓൾസോ എ മീനിങ് ഫുൾ സെന്റൻസ് വിത്തൗട്ട് ആൻ ഒബ്ജക്റ്റ്. നെക്സ്റ്റ് ദ ലയൺ റോർസ്, ലയൺ ഗർജിക്കുന്നു. ദ ലയൺ റോർസ്, ദാറ്റ് ഈസ് അഗെയിൻ എ മീനിങ് ഫുൾ സെന്റൻസ്. ദെൻ ബേർഡ്സ് ഫ്ലൈ, പക്ഷികൾ പറക്കുന്നു. ഇറ്റ്സ് ഓൾസോ എ മീനിങ് ഫുൾ സെന്റൻസ്. ബോയ്സ് പ്ലേ, that's a meaningful sentence. So here you have to understand one thing. നേരത്തെ നമ്മൾ പ്ലേ വെച്ചിട്ട് ഒരു സെന്റൻസ് നമ്മൾ പറഞ്ഞു അല്ലേ? ശ്യാം പ്ലേസ് ദ ഗിറ്റാർ ബ്യൂട്ടിഫുള്ളി എന്ന് പറഞ്ഞു. അവിടെ ശ്യാം പ്ലേസ് ദ ഗിറ്റാർ ബ്യൂട്ടിഫുള്ളി എന്ന് പറയുമ്പോൾ അവിടെ വെറും പ്ലേസ് എന്ന് എനിക്ക് എഴുതാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ബിക്കോസ് ഇൻസ്ട്രുമെന്റ് ആണ് പ്ലേ ചെയ്യുന്നത് എന്നുള്ളത് ക്ലിയർ ആവില്ല. മറ്റേത് പ്ലേ ഗ്രൗണ്ടിൽ കളിക്കുന്നു എന്നുള്ള മീനിങ്ങിലായിരിക്കും.
Whereas ഇവിടെ ബോയ്സ് പ്ലേ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മീനിങ്ങേ ഉള്ളൂ, ബോയ്സ് കളിക്കുന്നു എന്നുള്ള മീനിങ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ പ്ലേ എന്ന് മാത്രം എഴുതിയാലും ഇറ്റ് ഗിവ്സ് എ മീനിങ്. ബട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ സെന്റൻസിൽ അതല്ല. പ്ലേയിങ് ആൻ ഇൻസ്ട്രുമെന്റ് എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തേ പറ്റൂ. ദാറ്റ്സ് വൈ വി നീഡ് ആൻ ഒബ്ജക്റ്റ് ദർ. സോ ഫ്രം ദാറ്റ് വി അണ്ടർസ്റ്റാൻഡ് പ്ലേ പോലത്തെ ചില വേർബ്സ് ഉണ്ട്, ദേ ആർ ബോത്ത് ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ്. Okay, some verbs are only transitive, some are only intransitive, some verbs are both transitive and intransitive. Okay, so this is all about finite verbs, transitive verbs and intransitive verbs. Now moving to the two types of verbs. Generally verb എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ടൈപ്പ് ആണ്, verbs of action and verbs of being. Verbs of action എന്ന് പറഞ്ഞാൽ any activity that we do is called an action verb or a main verb. Main verb എന്നും നമ്മൾ അതിനെ പറയാറുണ്ട്. So verbs of action such as go, come, hear, see, listen, etc. they do not require an object to complete their meaning and therefore they are intransitive. Transitive or intransitive അതവിടെ നിൽക്കട്ടെ. നമ്മളിവിടെ നോക്കേണ്ടത് എന്താണ്? ആക്ഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ മെയിൻ verb എന്ന് പറയും. Any main verb is called an action word or vice versa. Any action word is called a main verb. ഇനി verbs of being എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ് ഓഫ് ബീയിങ് കാണിക്കുന്ന verbs. Verbs of being such as is, am, are, was, were, etc. do not provide information about an object, but they inform us about the state of being of the noun. They help the subject to connect with other parts of the sentence. Hence they are called helping verbs or auxiliary verbs. നമ്മൾ അവരെ എന്താണ് പറയുന്നത്? മെയിൻ വേർബ്സും സെക്കൻഡ് ടൈപ്പ് എന്താണ്? ഹെൽപ്പിംഗ് വേർബ്സ് ഓർ ഓക്സിലറി വേർബ്സ് എന്ന് നമ്മൾ പറയുന്നു. ഓൾറൈറ്റ്, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. Verbs such as is, am, are, was, were, become, became, etc. always have a complement. ഈ വേർബ്സ് എന്താണ്? നമ്മൾ ഓക്സിലറി വേർബ്സ് ആണ്. ഈ ഓക്സിലറി വേർബ്സിന്റെ കൂടെ കോംപ്ലിമെന്റ് വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതൊരു എക്സ്ട്രാ ഒരു അഡീഷണൽ ഇൻഫർമേഷന് വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, രഹന ഈസ് എ ഗുഡ് ഗേൾ. സോ രഹന എന്ന് പറയുന്നത് ഈസ് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് വി ആർ യൂസിങ് ഈസ്. രഹന ഈസ് എ ഗുഡ് ഗേൾ. എ ഗുഡ് ഗേൾ എന്നുള്ളത് എന്താണ്? ഒരു കോംപ്ലിമെന്റ് ആണ്, ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോംപ്ലിമെന്റ് ആണ്. ദ നൈറ്റ്സ് ബിക്കം ലോങ്ങർ ഇൻ വിന്റർ. അപ്പൊ എന്താണ്? വിന്റർ സീസണിൽ രാത്രികൾ നീണ്ടതായിരിക്കും. സോ ദ നൈറ്റ്സ് ബിക്കം ലോങ്ങർ ഇൻ വിന്റർ. സോ ലോങ്ങർ ഇൻ വിന്റർ എന്ന് പറയുന്നത് ഒരു കോംപ്ലിമെന്റ് ആണ്. ദ ഡോഗ്സ് വെർ സ്മാർട്ട്. അപ്പൊ സ്മാർട്ട് ഒരു കോംപ്ലിമെന്റ് ആണ്. ഐ എം എ ഡാൻസർ. എ ഡാൻസർ ഒരു കോംപ്ലിമെന്റ് ആണ്. ഷീ വാസ് എ ഡോക്ടർ. എ ഡോക്ടർ ഒരു കോംപ്ലിമെന്റ് ആണ്. വി ബിക്കെയിം സ്പീച്ച്ലെസ്. സ്പീച്ച്ലെസ് ഒരു കോംപ്ലിമെന്റ് ആണ്. അതായത് ഈ ഓക്സിലറി വേർബ്സ് ആയ ഈസ്, ആം, ആർ, വാസ്, വേർഡ് കൂടെ എപ്പോഴും എന്തുണ്ടാവും? കോംപ്ലിമെന്റ്സ് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദർ ഇസ് വൺ തിങ് ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. കോംപ്ലിമെന്റ് ആൻഡ് കോംപ്ലിമെന്റ് എന്ന രണ്ട് വേർഡ്സ് ഉണ്ട് നമുക്ക് ഇംഗ്ലീഷിൽ. ഈ രണ്ടാമത്തെ വേർഡ് ഉണ്ടല്ലോ, കോംപ്ലിമെന്റ്, ഇതിന് മീനിങ് എന്താണ്? ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ അല്ലെങ്കിൽ ഒരു വിഷ്, ഒരു ക്രെഡിറ്റ് എന്നൊക്കെയാണ് അർത്ഥം. നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്താൽ താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ് എന്ന് പറയും. ഒരു പ്രസന്റേഷനോ ഗിഫ്റ്റോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരാളെ ഒരു എന്താ പറയാ അപ്രിഷിയേറ്റ് ചെയ്യണം. യു ലുക്ക് ഗോർജിയസ് അല്ലെങ്കിൽ യു ലുക്ക് സ്മാർട്ട്, യു ലുക്ക് സ്റ്റണ്ണിങ്, അമേസിംഗ് എന്നൊക്കെ പറയുമ്പോൾ ദാറ്റ് ഈസ് എ കോംപ്ലിമെന്റ് ദാറ്റ് യു ആർ ഗിവിംഗ് ടു എ പേഴ്സൺ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ് എന്ന് പറയാം. അതൊരു വിഷിംഗ് ആണ്. ബട്ട് ഗ്രാമറിൽ നമ്മൾ പറയുന്നതിന്റെ കോംപ്ലിമെന്റിന്റെ സ്പെല്ലിംഗ് COMPLEMENT എന്നാണ്. അപ്പോൾ കോംപ്ലിമെന്റ് വേറെ, കോംപ്ലിമെന്റ് വേറെ. ഗ്രാമറിൽ നമ്മൾ പറയുന്നത് എന്താണ്? കോംപ്ലിമെന്റ് ആണ്. ഓൾറൈറ്റ്, ഇനി നമുക്ക് വേർബ്സ് ഓരോ ടെൻസിലും എങ്ങനെ യൂസ് ചെയ്യാം എന്ന ടോപ്പിക്കാണ് നമുക്ക് അടുത്തത് വരുന്നത്. ബട്ട് ബിഫോർ മൂവിങ് ടു ദാറ്റ് നിങ്ങൾക്ക് ഞാൻ ഹെൽപ്പിംഗ് വേർബ്സിന്റെ ഒരു ഇൻട്രൊഡക്ഷനും കൂടെ ഇന്ന് തരുന്നുണ്ടാവും. നമുക്ക് ടെൻസസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ദ 27 ഓക്സിലറി വേർബ്സ്, ഇതാണ് നമ്മുടെ ടൈറ്റിൽ തന്നെ വരുന്നത്. അപ്പോൾ ഹൗ മെനി ഓക്സിലറി വേർബ്സ് ആർ ദർ? 27. There are 27 auxiliary verbs and auxiliary verbs are also called helping verbs. അതിന്റെ റീസൺ എന്താണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. ഓക്സിലറി വേർബ്സിന്റെ യൂസ് എന്താണ്? ടു ഹെൽപ്പ് ദ മെയിൻ വേർബ്. ഓക്സിലറി വേർബിന്റെ യൂസ് തന്നെ എന്താണ്? അതിന്റെ റോള് തന്നെ എന്താണ്? മെയിൻ വേർബിനെ ഹെൽപ്പ് ചെയ്യാം. സോ ദേ ആർ കോൾഡ് ഹെൽപ്പിംഗ് വേർബ്സ്. So now let's check what is an auxiliary verb. Okay, so can somebody read these 5 points to me?
Let me call someone. Okay. Niranjana, can you read the first 3 points? Niranjana? ഏത് പോയിന്റ്സാ? First 3 points. An auxiliary verb is used as a verb that helps the main verb in a sentence to support its meaning and structure. An auxiliary verb is also called a helping verb. Auxiliary verbs are used to alter the sentence, alter the tense, mood or voice of the sentence. Alter the sentence, mood or voice of a sentence. Okay. Alter the tense, mood or voice of the sentence. Okay. So, ഒരു auxiliary verb എന്ന് പറഞ്ഞാൽ എന്താണ്? What is meant by an auxiliary verb? An auxiliary verb is used as a verb that helps the main verb in a sentence to support its meaning and structure. അതായത് ഒരു സെന്റൻസിലെ മെയിൻ വേർബിന്റെ മീനിങ്ങിനെയും അതിന്റെ സ്ട്രക്ചറിനെയും സപ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു കുഞ്ഞു വേർബാണ് ഓക്സിലറി വേർബ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ വേർബിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വേർബ് ആയതുകൊണ്ട് തന്നെ an auxiliary verb is also called a helping verb. അതിന് എന്തായിട്ടും പറയുന്നു, ഹെൽപ്പിംഗ് വേർബ് എന്നൊരു നെയിമും കൂടെ അതിന് കൊടുക്കുന്നുണ്ട്. Auxiliary verbs are used to alter the tense, mood or voice of the sentence. അപ്പോൾ auxiliary verbs എന്തിനാ യൂസ് ചെയ്യുന്നത്? They are used to alter. Alter means to change. To alter the tense of a sentence, mood of a sentence or voice of a sentence. അതെങ്ങനെ നമുക്ക് പറ്റും? ഒരു ഓക്സിലറി വേർബ് വിചാരിച്ചാൽ ആ സെന്റൻസിന്റെ തന്നെ ടെൻസും മൂഡും ഒക്കെ മാറ്റാൻ പറ്റുമോ? പറ്റും. മൂഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആക്ച്വലി പഠിക്കാനില്ല. മൂഡ് എന്ന് പറയുന്നത് നമുക്ക് ഗ്രാമറിൽ വരുന്ന ഒരു ഹയർ ലെവലിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. ടെൻസും വോയിസും ഇമ്പോർട്ടൻ്റ് ആണ്. ടെൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിഫറെൻറ്റ് ടെൻസസ് ആണ്. മൂഡ് എന്ന് പറയുന്നത് വോയിസ് എന്ന് പറയുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിനെയാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് നമ്മൾ കുറച്ചുകൂടെ സെഷൻസ് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ഓക്സിലറി വേർബ് ഫോർ എക്സാമ്പിൾ ഈസ് എന്നുള്ള ഓക്സിലറി വേർബ് എടുക്കുക. ഈസ് എന്നുള്ളത് പ്രസന്റ് ടെൻസിലാണ് യൂസ് ചെയ്യുക. വാസ് എന്നുള്ളത് പാസ്റ്റ് ടെൻസിലാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഈസിനെ വാസ് ആക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ എന്താണ്, ടെൻസ് തന്നെ മാറും. അതേപോലെ ആർ എന്നുള്ളത് പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യും. വേർ എന്നുള്ളതിനെ പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യും. അപ്പോൾ വാസ് ആറ് വേറായിട്ട് മാറുക. അതേപോലെ തന്നെ ഇപ്പം നമുക്ക് ആം എന്നുള്ളത് എപ്പോഴും പ്രസന്റ് ടെൻസിലേ വരുള്ളൂ. പക്ഷെ അതിനെ പാസ്റ്റ് ടെൻസ് ആക്കുമ്പോൾ ഒന്നിനെ നമ്മൾ വാസ് ആവണം, വാസിലേക്ക് മാറണം, അല്ലെങ്കിൽ വേറിലേക്ക് മാറണം. അപ്പോൾ അതിനെയാണ് നമ്മളിവിടെ ഫോർ എക്സാമ്പിൾ ഇപ്പം ക്യാനിന്റെ പാസ്റ്റ് ടെൻസ് ആണ് കുഡ്, വില്ലിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വുഡ്, ഷാളിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഷുഡ്. ഓക്കെ, അപ്പോൾ ഇത്തരം കേസസിലാണ് നമ്മൾ ഓക്സിലറി വേർബ്സ് ആർ യൂസ്ഡ് ടു ഓൾട്ടർ ദ ടെൻസ് ഓഫ് എ സെന്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദർ ആർ 27 ഓക്സിലറി വേർബ്സ് ഇൻ ഇംഗ്ലീഷ്. ഓക്സിലറി വേർബ്സ് നെവർ സ്റ്റാൻഡ് അലോൺ, they are always present with the main verb. ഇത് most കേസസിലും ഇത് applicable ആണ്. but there are also cases where we use only auxiliary verbs. ഫോർ എക്സാമ്പിൾ ഷീ ഈസ് മൈ ഫ്രണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഓക്സിലറി മാത്രമല്ലേ വരുന്നുള്ളൂ. അപ്പോൾ അത്തരം കേസസും ഉണ്ട്. ബട്ട് ദിസ് ഈസ് ഇൻ ദ മെജോറിറ്റി ഓഫ് ദ സെന്റൻസസ്. ഓക്സിലറി വെർബ്സ് നെവർ സ്റ്റാൻഡ് അലോൺ, ദേ ആർ പ്രസന്റ് വിത്ത് ദ മെയിൻ വേർബ് എന്ന് പറയുന്നത് മെജോറിറ്റി കേസസിലാണ് അത് പറയുന്നത്. ഓക്കെ, മെജോറിറ്റി ഓഫ് ദ കേസസിലും രണ്ടുപേരും ഒരുമിച്ച് കാണും, അങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി അതേപോലെ നമുക്ക് വോയിസ് എന്ന് പറയുമ്പോൾ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്ന രണ്ട് സെക്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ ഒരു സെന്റൻസിന് ആക്റ്റീവിൽ തന്ന സെന്റൻസിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എപ്പോഴും അതിനെ V3 ഫോമിലേക്ക് മാറ്റുന്നതാണ് പതിവ്. അത് നിങ്ങൾക്ക് പഠിപ്പിക്കുമ്പോൾ ഞാനത് ഇൻക്ലൂഡ് ചെയ്ത് തരാം. ഓക്കെ, അത് നമ്മൾ ആക്റ്റീവ് ആൻഡ് പാസീവ് പഠിക്കുമ്പോൾ ഞാൻ തിരിച്ച് ഈ പോയിന്റ് പറയും, ആ സമയത്ത് നിങ്ങൾ ഓർക്കും. ഓക്കെ, നൗ വാട്ട് ഈസ് ആൻ ഓക്സിലറി വേർബ് അക്കോർഡിംഗ് ടു ദ കാംബ്രിഡ്ജ് ഡിക്ഷണറി? അവർ പറയുന്നത് പ്രകാരം an auxiliary verb is a verb that is used with another main verb to form tenses, negatives and questions, question tags and passive voices. അപ്പോൾ എന്താണ് ടെൻസ് ഫോർമേഷൻ? നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സെന്റൻസസ് ഫോർമേഷൻ ചെയ്യാൻ, ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാൻ, ക്വസ്റ്റ്യൻ ടാഗ്സ് ഫോം ചെയ്യാൻ ആൻഡ് പാസീവ് വോയിസസ് ഫോം ചെയ്യാൻ. ആക്റ്റീവ് തന്നിട്ട് പാസീവ് ഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലും യൂസ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻ ദ സെന്റൻസസ് I am listening, are you working, the bill has been paid, you don't like her, do you, etc.
am, are, has been and do are auxiliary verbs. അതായത് ഐ ആം ലിസണിങ് എന്ന് പറയുമ്പോൾ അവിടെ ആം ആണ് അവിടുത്തെ ഓക്സിലറി വേർബ്. ആർ യു വർക്കിംഗ്, ആർ ആണ് അവിടുത്തെ ഓക്സിലറി. ദ ബിൽ ഹാസ് ബീൻ പെയ്ഡ്, അവിടെ ഹാസ് ബീൻ രണ്ടുപേരും വരും, ഹാസ് ബീൻ. യു ഡോണ്ട് ലൈക്ക് ഹെർ, ഡു യു, അവിടെ എന്താണ് ഡു. അപ്പൊ ഇവരൊക്കെയാണ് ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്നത്. സോ നൗ വി ഷൽ മൂവ് ടു ദ ലിസ്റ്റ് ഓഫ് ഓക്സിലറി വേർബ്സ്. ഇത് നിങ്ങളൊന്ന് ഒരു സ്ക്രീൻഷോട്ടോ മറ്റോ എടുത്ത് വെക്കുക. ഞാൻ നോട്ട്സ് ഷെയർ ചെയ്യും, എന്നാലും സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്സിലറി വേർബ്സ് ഇൻ വൺ പേജ്, ഇൻ എ സിംഗിൾ പേജ്. ഒരു ഗ്ലാൻസ് ആണത്. ഓക്കെ, സോ വാട്ട് ആർ ദ 27 ഓക്സിലറി വേർബ്സ് എന്നാണ് ഇവിടെ പറയുന്നത്. സോ ക്യാൻ സംബഡി റീഡ് ദിസ് ഫോർ മീ? Rania? Ma'am, Yes, Malavika, you can read it. Yeah. is, am, are, was, were, do, does, did, has, have, had, can, could, will, would, shall, should, may, might, must, ought to, Ought to. used to, need to, dare, be, been, be. Very good, very good. Rania, can you also read this once more? Rania present ano? Yes, ma'am. Yes, Rania. Can you read this list again? Yeah. Is, am, are, was, were, do, does, did, has, have, had, can, could, will, would, shall, should, may, might, must, ought to, used to, need to, dare, be, been. Very good. So here you can see is, am, are, was, were. ഇതിനെയാണ് നമ്മൾ നേരത്തെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറഞ്ഞത് അല്ലെ. സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇവരെയാണ്. സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിനെ കാണിക്കുന്ന വേർബ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഈസ്, ആം, ആർ, വാസ്, വേർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ ഗ്രൂപ്പ് ചെയ്യാം. നമുക്ക് ഇവരെ ഒരു ഗ്രൂപ്പിസം ആക്കാം. ഒരു ഗ്രൂപ്പിസം ആവശ്യമാണ് അല്ലേ നമുക്ക്. അപ്പോൾ അത് അങ്ങനെ ചെയ്താൽ എന്താ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എളുപ്പം പഠിക്കാൻ പറ്റും. സോ ഫസ്റ്റ് 5 ഓക്സിലറി വേർബ്സിനെ നമുക്ക് എന്തായിട്ട് മനസ്സിലാക്കാം? ബി ടൈപ്പ് വേർബ്സ് എന്നാണ് നമ്മളിവിടെ പറയുക. ബി ഫോം വേർബ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ബി ടൈപ്പ് വേർബ്സ് എന്ന് പറയും. അതൊന്നും നിങ്ങൾ നോട്ട് ചെയ്യുക. ഈസ്, ആം, ആർ, വാസ്, വേർ, ഇവരെ നമ്മൾ എന്ത് പറയും? ബി ഫോം വേർബ്സ് അല്ലെങ്കിൽ ബി ടൈപ്പ് വേർബ്സ്. ബിഇ, ആ ബി, ഓക്കെ, ബിഇ, ബി ഫോം വേർബ്സ് അല്ലെങ്കിൽ ബി ടൈപ്പ് വേർബ്സ്. ഫസ്റ്റ് 5 വേർബ്സിന്. ഓക്കെ, ഇനി വരുന്നത് എന്താണ്? ഡു, ഡസ്, ഡിഡ്. ഡു, ഡസ്, ഡിഡ്. ഇതിൽ നിങ്ങൾക്ക് ഓക്കെ ബിഫോർ ദാറ്റ് ഈസ്, ആം, ആർ, വാസ്, വേറിൽ നോക്കുക. ഈസ് പ്ലൂറൽ, ആർ. ഈസ് എന്ന് പറഞ്ഞാൽ സിംഗുലർ, ആർ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ. അതേപോലെ വാസ് എന്ന് പറഞ്ഞാൽ സിംഗുലർ, വേർ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ. ഇനി ഈസിന്റെ പാസ്റ്റ് ടെൻസ് ഏതാണ്? വാസ് ആണ്. ആറിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? വേർ ആണ്. ഇനി ആം എന്ന് പറയുന്നത് ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള ഓക്സിലറി വെർബ് ആണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി വിത്ത് ഐ. ഓക്കെ, ഇനി നമുക്ക് ഡു, ഡസ്, ഡിഡിലേക്ക് വരാം. ബി ടൈപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ഡു, ഡസ്, ഡിഡിലേക്ക് പോവാം. ഡു, ഡസ്, ഡിഡിനെ നമ്മൾ ടുഗെദർ പറയുന്ന പേരാണ് ഡു ഫോം വേർബ്സ്. പ്ലീസ് നോട്ട് ദാറ്റ്, ഡു ഫോം വേർബ്സ്. ഡൂം ഡസും രണ്ടും പ്രസന്റ് ടെൻസ് തന്നെയാണ്. അതിൽ ഡു എന്ന് പറയുന്നത് നമ്മൾ പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെ യൂസ് ചെയ്യും. ഡസ് എന്നത് സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെ യൂസ് ചെയ്യും. അപ്പോൾ ഐ, യു, ദേ, വി ഇവരുടെ ഒക്കെ കൂടെ ഡു യൂസ് ചെയ്യും. ഐ ഡു, യു ഡു, വി ഡു, ദേ ഡു. ഹി, ഷീ, ഇറ്റിന്റെ കൂടെ ഡസ്. ഹി ഡസ്, ഷീ ഡസ്, ഇറ്റ് ഡസ്. ഓക്കെ, ഇനി ഡിഡ്. ഡിഡ് എന്ന് പറയുന്നത് രണ്ടുപേരുടെയും കോമൺ ആയിട്ടുള്ള പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഡു, ഡസ്, ഡിഡിനെ നമ്മൾ പറയുന്നത് എന്താണ്? ഡു ഫോം വേർബ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഹാസ്, ഹാവ്, ഹാഡ്. ഹാസ്, ഹാവ്, ഹാഡ് എന്ന് നമുക്കൊരു പേര് കൊടുക്കണം. ഹാവ് ഫോം വേർബ്സ്. ഹാവ് ഫോം വേർബ്സ്. ഹാവ് ഫോം വേർബ്സിൽ നമുക്കിപ്പോൾ ഹാസ്, ഹാവ്, ഹാഡ് ആണുള്ളത് അല്ലേ. അപ്പോൾ ഇതിൽ ഹാസ് എന്ന് പറഞ്ഞാൽ സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെ യൂസ് ചെയ്യും. ഹി, ഷീ, ഇറ്റിന്റെ കൂടെ. ഹാവ് എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെ, അതായത് ഐ, യു, ദേ, വി. ഐ ഹാവ്, യു ഹാവ്, ദേ ഹാവ്, വി ഹാവ്. ഓക്കെ, അപ്പോൾ ഹാസിനും ഹാവിനും കോമൺ ആയിട്ട് വീണ്ടും ഒരു പാസ്റ്റ് ടെൻസ് ഉണ്ട്, ഹാഡ്. ജസ്റ്റ് ലൈക്ക് ഡു, ഡസിന്, ഡിഡ് എങ്ങനെയാണോ അതുപോലെ ഇവരെ നമ്മൾ എന്ത് പറയും? ഹാവ് ഫോം വേർബ്സ് എന്ന് പറയും. നെക്സ്റ്റ്, ഇപ്പം നമുക്ക് ബി ടൈപ്പ് വേർബ് കഴിഞ്ഞു, ബി ഫോം വേർബ് കഴിഞ്ഞു, ഡു ഫോം വേർബ്സ് കഴിഞ്ഞു, ഹാവ് ഫോമും കഴിഞ്ഞു. ഇനിയുള്ളതൊക്കെ നമുക്ക് പെയർ ആയിട്ട് പഠിക്കാം. ക്യാൻ, കുഡ്, അതൊരു പെയർ ആയിട്ട് പഠിക്കാം. ക്യാൻ പാസ്റ്റ് ടെൻസ് ആണ്, കുഡ്. ഇനി വിൽ, വുഡ്. വില്ലിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വുഡ്. ഷാൽ, ഷുഡ്. ഷാലിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഷുഡ്.
ഇപ്പൊ ക്യാൻ കുഡ് വിൽ വുഡ് ഷാൽ ഷുഡ് അതൊരു 3 പെയറായിട്ട് പഠിക്കാം. പിന്നെ വരുന്നതാണ് മേ മൈറ്റ് മസ്റ്റ്. ഇതിനെ 3 പേരെയും ഒരുമിച്ച് പഠിക്കാം. മേ മൈറ്റ് മസ്റ്റ് എമ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്നപ്പോൾ ഈസി അല്ലേ പഠിക്കാൻ. മേ മൈറ്റ് മസ്റ്റ്. ഇതിൽ മേ മൈറ്റും സിമിലർ മീനിങ്സ് ആണ്, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ഞാൻ പറഞ്ഞുതരാം. മസ്റ്റ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ചെയ്യണം എന്നുള്ള മീനിങ്ങിലാണ്. ഇനി വരുന്ന ഒരു 3 പേരാണ് ought to, used to, need to. ഇവരെയും എന്ത് ചെയ്യുക, ഒരു ട്രിപ്ലറ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. ought to, used to, need to. അപ്പോൾ ought to എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ജസ്റ്റ് സിനോണിം ഓഫ് മസ്റ്റ്. മസ്റ്റിന്റെ ഒരു സിനോണിമാണ് ഈ ought to എന്ന് പറയുന്നത്. യു ought to go to school എന്ന് പറഞ്ഞാൽ യു മസ്റ്റ് ഗോ ടു സ്കൂൾ എന്നാണ് മീനിങ്. യു ought to attend the exam means you must attend the exam. ഇനി used to. Used to is used to show actions that happened in the past but no longer continues in the present. That something that existed in the past but it is no longer continued എന്ന് പറയുമ്പോഴാണ് നമ്മൾ യൂസ്ഡ് ടു പറയും. അതായത് മുമ്പുണ്ടായിരുന്ന ശീലങ്ങൾ അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന ഹാബിറ്റ്സ് അതൊക്കെ കാണിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, യൂസ്ഡ് ടു പറയാം. ഫോർ എക്സാമ്പിൾ ഐ യൂസ് ടു പ്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഫുട്ബോൾ കളിക്കുമായിരുന്നു, ഇപ്പോൾ ഇല്ല എന്നാണ് അവിടെ മീനിങ് വരുന്നത്. സിമിലർലി ഐ യൂസ് ടു സ്വിം വെൻ ഐ വാസ് എ കിഡ് മീൻസ് നൗ ഐ ഡോണ്ട് സ്വിം എന്നാണ് അവിടെ മീനിങ് വരുന്നത്. നെക്സ്റ്റ് ഈസ് നീഡ് ടു. നീഡ് ടു മീൻസ് ഐ നീഡ് ടു ബൈ സം ക്ലോത്ത്സ്, ഐ നീഡ് ടു വിസിറ്റ് മൈ പേരൻസ്. ഒരു റിക്വയർമെന്റ് പറയാനാണ് നീഡ് ടു യൂസ് ചെയ്യുക. ഓൾറൈറ്റ്. അപ്പോൾ മേ മൈറ്റ് മസ്റ്റ് കഴിഞ്ഞു, ought to, used to, need to കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഡെയർ. ഡെയർ ഇസ് എ വെരി റെയർലി യൂസ്ഡ് ഹെൽപ്പിംഗ് verb. ഡെയർ എന്ന് പറഞ്ഞാൽ ഹൗ ഡെയർ യു ആർ, ഹൗ ഡെയർ ഇസ് ഹി, ഡെയർ യു ഫൈറ്റ് or dare you attend the exam. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയൊക്കെ എന്ത് ധൈര്യമാണെന്ന് ചോദിക്കാനാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് വരുന്ന 3 പേരാണ് ബി, ബീൻ ആൻഡ് ബീയിങ്. ബി, ബീൻ ആൻഡ് ബീയിങ്. ഇവർക്ക് പ്രത്യേകിച്ച് നെയിം ഒന്നുമില്ല, നമ്മൾ ബി, ബീൻ, ബീയിങ് ആയിട്ട് തന്നെയാണ് പഠിച്ചു വെക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് 5നെ ബി ടൈപ്പ് വേർബ്സ് എന്ന് പറയും, നെക്സ്റ്റ് 3നെ ഡു ഫോം വേർബ്സ് എന്ന് പറയും, നെക്സ്റ്റ് 3നെ ഹാവ് ഫോം വേർബ്സ് എന്ന് പറയും, പിന്നെ ക്യാൻ കുഡ് വിൽ വുഡ് ഷാൽ ഷുഡ് അത് പെയേഴ്സ് ആയിട്ട് തന്നെ പഠിക്കാം. ഒന്നിന്റെ പാസ്റ്റ് ടെൻസ് ആണ് മറ്റേത്. ക്യാനിന്റെ പാസ്റ്റ് ടെൻസ് കുഡ്, വില്ലിന്റെ പാസ്റ്റ് ടെൻസ് വുഡ്, ഷാലിന്റെ പാസ്റ്റ് ടെൻസ് ഷുഡ്. ഇനി മേ മൈറ്റ് മസ്റ്റ് ഒരു ഗ്രൂപ്പായിട്ട് തന്നെ പഠിക്കാം. അതിൽ മേ മൈറ്റും റിലേറ്റഡ് ആണ്. ഓക്കെ, പിന്നെ ought to, used to, need to അതൊരു ട്രിപ്ലറ്റ് ആയിട്ട് പഠിക്കാം. പിന്നെ ബി, ബീൻ, ബീയിങ് ഒരു ട്രിപ്ലറ്റ് ആയിട്ട് പഠിക്കുക. ഡെയർ സെപ്പറേറ്റ് ആയിട്ടൊന്ന് ഓർത്ത് വെക്കുക. ഡെയർ എന്ന് പറയുന്നത് ഈ 27 ഓക്സിലറി വെർബ്സിലും ഏറ്റവും കുറവ് യൂസ് വരുന്നത് ഡെയറിനാണ്. ഓക്കെ, വളരെ 1% പോലും അതിന് യൂസ് ഇല്ല. ഓക്കെ, ഇനിയിപ്പോൾ മേയും മൈറ്റും തമ്മിലുള്ള റിലേഷൻ ഞാൻ പറഞ്ഞു. മീനിങ്സ് ആർ വെരി സിമിലർ ബട്ട് ദർ ഇസ് എ സ്ലൈറ്റ് ഡിഫറൻസ്. അതായത് ഇപ്പം ഞാൻ പറയാണ്, ഇറ്റ് മേ റെയിൻ ടൊണൈറ്റ്, ഇറ്റ് മൈറ്റ് റെയിൻ ടൊണൈറ്റ്. എന്താണ് ഫസ്റ്റ് വൺ? ഇറ്റ് മേ റെയിൻ ടൊണൈറ്റ്, ഇന്ന് രാത്രി മഴ പെയ്യും, മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇറ്റ് മൈറ്റ് റെയിൻ ടൊണൈറ്റ്, അതും എന്ത് തന്നെയാണ് മലയാളത്തിൽ പറയുമ്പോൾ ഇന്ന് രാത്രി മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പൊ രണ്ടും ഇന്ന് രാത്രി മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയല്ലേ പറയുന്നത്. ബട്ട് വാട്ട് ഇസ് ദ അണ്ടർലൈങ് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു സെന്റൻസസ്? ഇറ്റ് മേ എന്ന് പറഞ്ഞാൽ എന്തായാലും പെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് അർത്ഥം. ഇറ്റ് മേ റെയിൻ ടൊണൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് എന്തായാലും ഇന്ന് രാത്രി മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, 99% കൺഫേം എന്നൊക്കെ പറയുന്ന പോലെ. വെറാസ് ഇറ്റ് മൈറ്റ് റെയിൻ ടൊണൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ചിലപ്പോൾ പെയ്യും ചിലപ്പോൾ പെയ്തില്ല എന്നും വരും. ഇറ്റ്സ് ലൈക്ക് എ 50-50 ചാൻസ്. മേ യൂസ് ചെയ്യുമ്പോൾ 99.9% ഇന്ന് മഴ ഉറപ്പാണ് എന്നുള്ള രീതിക്ക് പറയും. ബട്ട് മൈറ്റ് വെച്ചിട്ട് പറയുമ്പോൾ അങ്ങനെയല്ല, ഇറ്റ്സ് ലൈക്ക് എ 50-50 ചാൻസ്, പെയ്താലുണ്ട് ഇല്ലെങ്കിൽ ഇല്ല. അപ്പോൾ മീനിങ്സ് വൈസ് എന്താണ്, നമ്മൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ സെയിം ആയിരുന്നു, ബട്ട് അതിന് ഇങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് മേ വേണോ മൈറ്റ് വേണോ എന്ന് നമ്മൾ ആലോചിച്ച് തീരുമാനിക്കാം. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, മേയുടെ പാസ്റ്റ് ടെൻസ് ആണ് മൈറ്റ് എന്നും പറയുന്നുണ്ട്. മേയുടെ പാസ്റ്റ് ടെൻസ് ആണ് മൈറ്റ് എന്ന് പറയും. അത് നമുക്ക് എല്ലാ കേസസിലും ഒന്നും അത് ആപ്ലിക്കബിൾ അല്ല. ഈ റിപ്പോർട്ടഡ് സ്പീച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ പറഞ്ഞു തന്നിട്ടുണ്ടാവും, മേ വന്നാൽ ഡയറക്റ്റ് സ്പീച്ചിൽ മേ വന്നാൽ റിപ്പോർട്ടഡിൽ അതിനെ മൈറ്റ് ആക്കാൻ പറയും. അവിടെ മാത്രം നിങ്ങളത് അപ്ലൈ ചെയ്താൽ മതി. ഓൾറൈറ്റ്, ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഓരോ ഓക്സിലറി വേർബിനും ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് എനിക്ക് ആരാണ് റീഡ് ചെയ്ത് തരുന്നത്?
ഓ യെസ്, ഓക്കെ, നമുക്ക് 1 by 1 ആയിട്ട് പോവാം. യെസ് നിഹ, ഫസ്റ്റ് 5 റീഡ് ചെയ്തോളൂ. Is this your house? Am I looking good? Are you a Malayali? Was it really true? Were they crying? ഓക്കെ, നിഹമോൾക്ക് എങ്ങനെ പനി പിടിച്ചു? അത് മഴ കൊണ്ടതാ. മഴ കൊണ്ട്. മഴയല്ല, വെള്ളം തലയിലായപ്പോ അങ്ങനെ പനി പിടിച്ചതാ. സൂക്ഷിക്കണം കേട്ടോ, മഴ 10th അല്ലേ, ഇപ്പൊ എക്സാംസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പനി പിടിച്ച് കിടക്കരുത് കേട്ടോ, ശ്രദ്ധിക്കണം. ഓക്കെ ഓക്കെ മോളെ. യെസ്. സോ നെക്സ്റ്റ് 3-6 questions. I will call മാളവിക. മാളവിക വായിച്ചോളൂ നെക്സ്റ്റ് 6 questions. Okay, ma'am. Were they crying? Do you feel sad? Does I? Ma'am, അവിടെ കാണാനില്ല. Does he ആണല്ലോ മോളെ. Okay. Does he know English? Did she come yesterday? Has he gone? Have they arrived? Had they returned? റിട്ടേൺ. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. ഡു യു ഫീൽ സാഡ്. അപ്പൊ ഡു യു എന്ന് പറയുമ്പോൾ പ്രസന്റ് ടെൻസ് ആണ്. ഡു യു ഫീൽ സാഡ്. ഡസ് ഹി നോ ഇംഗ്ലീഷ്. അവന് ഇംഗ്ലീഷ് അറിയുമോ? അതെന്താണ്? പ്രസന്റ് ടെൻസ് തന്നെയാണ്. ഡിഡ് ഷീ കം യെസ്റ്റർഡേ. അവൾ ഇന്നലെ വന്നോ? അത് പാസ്റ്റ് ടെൻസ് ആണ്. ഡിഡ് എന്ന പാസ്റ്റ് ടെൻസ് ആണ്. ഹാസ് ഹി ഗോൺ. അവൻ പോയോ? അവൻ പോയോ? ഹാസ് ഹി ഗോൺ. ഇപ്പൊ ഹാസിന്റെ കൂടെ നമ്മൾ ഹാസ്, ഹാവ്, ഹാഡിന്റെ ഒക്കെ കൂടെ നമ്മൾ എപ്പോഴും V3 ഫോമേ യൂസ് ചെയ്യുള്ളൂ. അപ്പൊ ഹാസ് ഹി ഗോൺ. ഗോൺ എന്ന് പറഞ്ഞാൽ ഗോയിന്റെ V3 ആണ്. ഇനി ഹാവ് ദേ അറൈവ്ഡ്. അറൈവ്ഡ് എന്ന് പറഞ്ഞാൽ അറൈവിന്റെ V3 ആണ്. ഹാഡ് ദേ റിട്ടേൺഡ്. റിട്ടേൺഡ് എന്ന് പറയുന്നതും V3 ഓഫ് റിട്ടേൺ. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് സെറ്റിലേക്ക് പോവാം. യെസ്, ജിയ, യു ക്യാൻ റീഡ് ദ നെക്സ്റ്റ് 4. Can I accompany you? Could you help me, please? Will you marry me? Would you like to have some coffee? ഓക്കെ, സോ ക്യാൻ ഐ അക്കമ്പനി യു. ഞാൻ നിന്റെ കൂടെ വരട്ടെ. കുഡ് യു ഹെൽപ്പ് മീ പ്ലീസ്. അപ്പൊ ക്യാനും കുഡും തമ്മിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ക്യാൻ യു ഹെൽപ്പ് മീ പ്ലീസ് എന്നും ചോദിക്കാം കേട്ടോ. കുഡ് യു ഹെൽപ്പ് മീ, ക്യാൻ യു ഹെൽപ്പ് മീ, ബോത്ത് ആർ കറക്റ്റ്. വിൽ യു മാരി മീ. അതേപോലെ വുഡ് യു ലൈക്ക് ടു ഹാവ് സം കോഫി. നമ്മൾ എപ്പോഴും ഒരാൾക്ക് എന്തെങ്കിലും ഒരു സജഷൻ കൊടുക്കുമ്പോൾ, നമ്മൾ ഒരാളുടെ അടുത്ത് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുമ്പോൾ വുഡ് യു വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. വുഡ് യു ലൈക്ക് ടു എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുക. വുഡ് യു ലൈക്ക് ടു ഹാവ് സം കോഫി, വുഡ് യു ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. യെസ്, നെക്സ്റ്റ് ഷിക, യു ക്യാൻ റീഡ് ഫ്രം till dare. You can read from may till dare. Sorry, from shall till dare. Yes, teacher. Shall we go to a movie? Should I tell this to him? May I come in? Might she do that? Am out to be like? Must he attend the funeral? There, how dare is she? Okay, so shall we go to a movie അല്ലെങ്കിൽ shall we go for a movie എങ്ങനെയും ചോദിക്കാം. Should I tell this to him? May I come in? Might she do that? അവൾ അത് ചെയ്യുമോ? Might she do that? Okay, ought to എന്ന്, പിന്നെ അതേപോലെ am I ought to be there. ഞാൻ അവിടെ എന്തായാലും ഉണ്ടാവണോ? Am I ought to be there? പിന്നെ must he attend the funeral. ഫ്യൂണറൽ എന്ന് പറഞ്ഞാൽ ഈ സംസ്കാര ചടങ്ങുകൾ എന്ന് പറയല്ലേ, നമ്മളെ മരണാനന്തര സംസ്കാരങ്ങളൊക്കെ ചെയ്യുന്ന ചടങ്ങുകളെയാണ് പറയാ ഫ്യൂണറൽ. must he attend the funeral? Dare, how dare is she? Okay, നമുക്ക് കുറച്ചും കൂടെ ഉണ്ട്. യെസ്, നിരഞ്ജന, can you read the examples? Anyone, please make it fast. Can I, ma'am? Yes, Adila. Yeah. You need to be careful. I used to drive a car. B, let it be there. B, she had been working in a bank before marriage. B, it's been too hot. Okay, so നമുക്ക് ഇവിടെ യൂസ്ഡ് ടൂൽ നോക്കുകയാണെങ്കിൽ ഐ യൂസ്ഡ് ടു ഡ്രൈവ് എ കാർ എന്ന് പറയുന്നുണ്ട്. സോ ഇറ്റ് ഷോസ് എ പാസ്റ്റ് ഹാബിറ്റ്. ഐ യൂസ് ടു ഡ്രൈവ് എ സ്കൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ, ഐ യൂസ് ടു ഡ്രൈവ് എ കാർ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മുമ്പ് ഓടിക്കുകയായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇല്ല. അതിൽ പറയാണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ ബിയില് ബി എന്ന് പറയുമ്പോൾ നമ്മൾ ലെറ്റ് ഇറ്റ് ബി ദർ. ബി ആയിട്ട് തന്നെ എഴുതുക. ഓക്കെ, അതേപോലെ ബീൻ എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി കണ്ടിന്യൂസ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസസിലാണ് യൂസ് ചെയ്യുക. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്
പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അത് നമ്മൾ ടെൻസസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. അവിടെയാണ് നമ്മൾ ബീൻ യൂസ് ചെയ്യുന്നത്. ഹാഡ് പ്ലസ് ബീൻ, ഹാസ് പ്ലസ് ബീൻ, ഹാവ് പ്ലസ് ബീൻ, അങ്ങനെയാണ് നമ്മൾ പറയുക. പിന്നെ ബീയിങ് എന്ന് പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസിനാണ് യൂസ് ചെയ്യുക. ഇറ്റ്സ് ബീയിങ് ടു ഹോട്ട്. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ഒരുപാട് ചൂടാണ്, ഭയങ്കര ചൂടാണ്. ഇറ്റ്സ് ബീയിങ് ടു ഹോട്ട് നൗ ഡേയ്സ് എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എപ്പോഴും ഓക്സിലറി വേർബിന്റെ ചില എക്സാമ്പിൾസും റൂൾസും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ബി ടൈപ്പ് വേർബ്സിന് മാത്രം ഓരോ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഈസ്, ആം, ആർ, വാസ്, വേർ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആമിൽ നോക്കാം. ഐ ആം വാച്ചിങ് ദ മാച്ച്. അപ്പോൾ ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണുള്ളത്, സിംഗുലർ ആണ്. അതായത് ഐ എന്ന് പറഞ്ഞാൽ ബേസിക്കലി പ്ലൂറൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. പക്ഷെ ഇവിടെ ഞാൻ സിംഗുലർന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഐ ആം വാച്ചിങ് ദ മാച്ച് എന്ന് പറയുന്നത് ഒരു പ്രസന്റ് കണ്ടിന്യൂസിലുള്ള സെന്റൻസ് ആണ്. ഷീ ഈസ് ഹാവിങ് ഹെർ ലഞ്ച്. ദിസ് ഈസ് ഓൾസോ ഇൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് വിത്ത് എ സിംഗുലർ സബ്ജക്ട്, ഷീ. They are going to Dubai. This is also in present continuous with a plural subject. They ആണ് ഇവിടുത്തെ subject. ഇനി സീത was drinking water. So സീത is a singular subject. അതുകൊണ്ട് was വന്നു, past continuous ആണ്. സീത was drinking water. ഇപ്പോൾ past continuous ആണ്, singular subject. The children were playing cards. Again past continuous ആണ്, plural subject. The children എന്ന് പറയുന്നത് plural subject ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈസ്, ആം, ആർ, വാസ്, വേർ പോലെ മറ്റുള്ള സെന്റൻസസിൽ നമ്മൾ കുറേ എക്സാമ്പിൾസ് നോക്കിയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിന് മാത്രം ഈ ടെൻസിന് റിലേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ തരാൻ കാരണം. പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ് വരുന്നത്. ഫൈനലി നമ്മൾ ഈ ടോപ്പിക് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ടൈപ്സ് ഓഫ് വേർബ്സ് എന്ന് പറഞ്ഞതുപോലെ ടൈപ്സ് ഓഫ് ഓക്സിലറി വേർബ്സും കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതായത് വേർബിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് മെയിൻ വേർബും ഓക്സിലറി വേർബും കിട്ടി അല്ലേ. ഇനി ഓക്സിലറി വേർബിനെ തന്നെ വി ക്യാൻ ഡിവൈഡ് ഇൻ ടു ടു ആസ് പ്രൈമറി ഓക്സിലറി ആൻഡ് മോഡൽ ഓക്സിലറി. സോ വാട്ട് ഈസ് പ്രൈമറി ആൻഡ് വാട്ട് ഈസ് മോഡൽ? വെരി സിമ്പിൾ. പ്രൈമറി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ബി ഫോം വേർബും വരും. ബി ഫോം വേർബ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഈസ്, ആം, ആർ, വാസ്, വേർ. എല്ലാ ഡു ഫോം വേർബും വരും. ഡു, ഡസ്, ഡിഡ് വരും. പിന്നെ എല്ലാ ഹാവ് ഫോം വേർബും വരും. ഹാസ്, ഹാവ്, ഹാഡ് വരും. പിന്നെ ബി, ബീൻ ആൻഡ് ബീയിങ്. ഓക്കെ, അപ്പോൾ ഇവരെല്ലാം പ്രൈമറി ഓക്സിലറീസ് ആണ്. അപ്പോൾ 5 ബി ഫോം വേർബ്സ് ഉണ്ട്, 3 ഡു ഫോം വേർബ്സ് ഉണ്ട്, 3 ഹാവ് ഫോം വേർബ്സ് ഉണ്ട്, പിന്നെ ബി, ബീൻ, ബീയിങ്. സോ ടോട്ടലി എത്ര വേർബ്സ് ആയി? ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് പറയൂ. ഹൗ മെനി പ്രൈമറി ഓക്സിലറീസ് ആർ ദർ? എത്ര പ്രൈമറി ഓക്സിലറീസ് ഉണ്ട് എന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഐ എം വെയിറ്റിംഗ്. എത്രയുണ്ട് പറയൂ. 5 ബി ഫോം ഉണ്ട്, 3 ഡു ഫോം ഉണ്ട്, 3 ഹാവ് ഫോം ഉണ്ട്, പിന്നെ ബി, ബീൻ, ബീയിങ്. അപ്പോൾ എത്ര എണ്ണം? മേക്ക് ഇറ്റ് ഫാസ്റ്റ്. 14 വരുന്നുണ്ടാവും അല്ലേ? 14 വേർബ്സ് ഉണ്ട്. അപ്പോൾ 14 പ്രൈമറി ഓക്സിലറി വേർബ്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ 27ൽ 14 പോയാൽ ബാക്കി റിമൈനിങ് എത്രയാ? 13. അപ്പോൾ റിമൈനിങ് 13ൽ നമ്മൾ മോഡൽ വേർബ്സിൽ ഡെയർ മാത്രം ഒഴിവാക്കുകയാണ്. ഡെയർ എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ മോഡലാണ്, ചില സമയങ്ങളിൽ പ്രൈമറി ആണ്. അപ്പോൾ ഇറ്റ് ഈസ് സംടൈംസ് പ്രൈമറി ആൻഡ് സംടൈംസ് മോഡൽ. അപ്പോൾ നമുക്ക് ഡെയറിനെ എടുത്ത് മാറ്റാം. അപ്പോൾ ബാക്കി 12 അല്ലേ ഉണ്ടാവുള്ളൂ. 13ൽ ഒന്ന് പോയാൽ 12. സോ 12 മോഡൽ ഓക്സിലറി വേർബ്സ് ആണ് ഉള്ളത്. സോ 14 പ്രൈമറി ഓക്സിലറീസ് ആൻഡ് 12 മോഡൽ ഓക്സിലറീസ് ആണ് നമ്മൾ ഓക്സിലറി വേർബിനെ ഡിവൈഡ് ചെയ്ത് പഠിക്കുമ്പോൾ കിട്ടുന്നത്. ഓൾറൈറ്റ്, സോ വിത്ത് ദിസ് വി ആർ കംപ്ലീറ്റിംഗ് ടുഡേയ്സ് ക്ലാസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മോഡൽ വേർബ്സിന് മാത്രമായിട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. അത് കഴിഞ്ഞാൽ വി ക്യാൻ മൂവ് ടു ടെൻസസ്. ഓൾറൈറ്റ്, സോ ലെറ്റ് മീ ആസ്ക് യു, ഹൗ വാസ് ദ എക്സാം? എക്സാമിൽ എല്ലാവരുടെയും സ്കോർ എങ്ങനെയുണ്ടായിരുന്നു? പറയൂ, എങ്ങനെയുണ്ട്? ഹൗ വാസ് ദ സ്കോർ? സ്കോർ പറയൂ എല്ലാവരും. ആദില, വാട്ട് ഈസ് യുവർ സ്കോർ? ഗുഡ്. ഗുഡ് ഇട്ടിട്ട് ഇമോജി പക്ഷെ സാഡ് ആണല്ലോ. ആദില, വാട്ട്സ് യുവർ സ്കോർ? ഡാ 69 ഔട്ട് ഓഫ് 80 ആണോ? yes
Very good, very good. Okay, 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 fine. What about Shika? It's okay, ma'am, but only in Malayalam I lose some. Uh, Okay, what's your score in English? English I got 72 out Very of good. 80. Very good, very good. Okay. What about Gia? മാം എനിക്ക് ഇംഗ്ലീഷിലാണ് പോയത് കുറച്ച്. എത്രയുണ്ട് മോളെ? 73. ആ 73 ഉണ്ട്, എന്നിട്ടാണോ പോയി എന്ന് പറയുന്നത്? 70 പ്ലസ് ഇല്ല, കിട്ടിയാൽ തന്നെ ഗ്രാമർ കുറച്ച് ടഫ് ആയിരുന്നു. ഒരു ഇറ്റ്സ് ഓക്കെ ബട്ട് യു സ്കോർഡ് വെൽ അല്ലേ? വെരി ഗുഡ്. അപ്പൊ A+ ഉറപ്പാണ് അല്ലേ? ഉണ്ട്. ഓക്കെ. റാണിയ 70/80. ഞാൻ 7 മാർക്ക് ക്വസ്റ്റ്യൻ എഴുതാൻ വിട്ടുപോയി. പോകരുത് കേട്ടോ, ഇനി അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ബോർഡ് എക്സാമിൽ ഇങ്ങനെ പറയരുത്, ചെയ്തു എന്ന് വന്ന് പറയരുത്. എനിക്കാണ് വിഷമാവുന്നത് കേട്ടിട്ട്. ഓക്കെ, പോകരുത്. നിങ്ങൾ ടൈം മാനേജ്മെന്റ് പഠിക്കുക. കുറേ എക്സാംസ് കണ്ടക്ട് ചെയ്യുക, സ്കൂളിൽ അവർ കണ്ടക്ട് ചെയ്യും. ആ സമയത്ത് ടെസ്റ്റ് പേപ്പർ എഴുതി 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 ശീലിക്കുക. വീട്ടിലൊരു ക്വസ്റ്റ്യൻ ബാങ്ക് വാങ്ങി വെക്കുക, ചെറിയ ക്വസ്റ്റ്യൻ ബാങ്ക് കിട്ടും. അതിൽ മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കി നോക്കി ചെയ്യാം. ടൈം മാനേജ് ചെയ്ത് കൊണ്ടുവരിക. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ടൈം കൂടുതൽ എടുക്കും, പിന്നെ അത് കുറച്ച് 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 കൊണ്ടുവന്ന് നിങ്ങൾക്ക് അതിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റണം. കുറച്ച് സ്പീഡ് റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക, സ്പീഡായിട്ട് എഴുതി ശീലിക്കുക. വാട്ട് അബൌട്ട് മാളവിക? മാം ഇംഗ്ലീഷിലാണ് പോയത്. 44. 44. കുഴപ്പമില്ലടാ, നമുക്കത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാം. ക്ലാസ്സസ് റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യൂ കേട്ടോ. ഗ്രാമറിലൊക്കെ ഫുൾ മാർക്ക് ഉണ്ട്, പക്ഷെ നരേറ്റീവ് ഒക്കെ എഴുതി ഫസ്റ്റ് തന്നെ നരേറ്റീവ് ഇരുന്ന് എഴുതി. അപ്പൊ ടൈം പോയത് അറിഞ്ഞില്ല. ടൈം മാനേജ്മെന്റ് നോക്കണം മോളെ. ഓക്കെ, നമ്മൾ എപ്പോഴും ടൈമിലേക്ക് സ്റ്റിക്ക് ചെയ്യണം. 2.5 hours അല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, എളുപ്പമുള്ളതൊക്കെ ആദ്യം ചെയ്യാം, എന്നിട്ട് മറ്റേതിനൊക്കെ ഈക്വൽ ആയിട്ട് ടൈം ഡിവൈഡ് ചെയ്യാം. ഇപ്പൊ 7 മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ എടുക്കാതെ 7 മിനിറ്റിൽ കൂടുതൽ പോകരുത്. വാച്ച് കിട്ടി പോകണം എക്സാമിന്. ഓക്കെ, നിങ്ങൾ മറ്റേ ഡിജിറ്റൽ വാച്ച് ഒന്നും വേണ്ട, നോർമൽ വാച്ച് ഇല്ലേ, സാധാരണ സ്ട്രാപ്പുള്ള വാച്ച് കിട്ടി പോവും. ഓക്കെ, മറ്റേ അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് തന്നെ ഒരു ട്രാക്ക് വെക്കാൻ പറ്റും. ഓക്കെ, ഇംഗ്ലീഷ് എനിക്ക് ടഫാണ്, ബാക്കിയുള്ള എല്ലാ വിഷയത്തിലും A+ ഉണ്ട്. A+ ഉണ്ട്. മോള് ഇംഗ്ലീഷ് മീഡിയം ആണോ മലയാളം മീഡിയം ആണോ? ഇംഗ്ലീഷ് മീഡിയം ആണ്. കുഴപ്പമില്ല, നമുക്കത് എക്സാം ആകുമ്പോഴേക്കും ഒന്ന് ബൂസ്റ്റ് ചെയ്യാം. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ മാം. ഇറ്റ്സ് ഓക്കെ. നെക്സ്റ്റ് എക്സാമിന് നല്ലോണം ചെയ്യൂ കേട്ടോ. ഓക്കെ, വാട്ട് അബൌട്ട് നിഹ? എനിക്ക് ഇംഗ്ലീഷാണ് പോയത്, ബാക്കിയൊക്കെ A+ ഉണ്ട്, ഇംഗ്ലീഷാ പോയത്. ഇംഗ്ലീഷിൽ എത്രയുണ്ട്? സ്കോർ എത്രയുണ്ട് മോളെ? 69. 69 ഉണ്ട്. കുഴപ്പമില്ല, ഗ്രാമറിലായിരിക്കും 69. ഓക്കെ. വാട്ട് അബൌട്ട് റാണിയ? അല്ല, ഗ്രാമർ ഉണ്ട്. എനിക്ക് ഡിസ്കോഴ്സിലാ പോയത്. ഡിസ്കോഴ്സിൽ. ഓക്കെ. വാട്ട് അബൌട്ട് റാണിയ? ഞാൻ ടൈപ്പ് ചെയ്തിട്ട് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, ഞാൻ കണ്ടില്ല. റാണിയാണ് അയച്ചല്ലേ? 70/80. ഓക്കെ. ഇനിയിപ്പോ നെക്സ്റ്റ് ആരാണ്? അജയ് സഞ്ജയ്, വാട്ട്സ് യുവർ സ്കോർ? ആൻഡ് നിരഞ്ജന, വാട്ട്സ് യുവർ സ്കോർ? 63, ma'am. 63. ഓക്കെ. അപ്പൊ നിങ്ങൾ വീക്കായ കുട്ടികൾ പ്രത്യേകം പറയാണ്, ക്ലാസ്സസ് എന്തായാലും അറ്റൻഡ് ചെയ്യുക കേട്ടോ. നമ്മുടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അതൊന്ന് കിട്ടാണ്ടിരിക്കില്ല. എസ്പെഷ്യലി ഇനി കൂടുതൽ ക്ലാസ്സസ് നമുക്ക് ഗ്രാമർ ഫോക്കസ്, നല്ല റിപ്പോർട്ടഡ് സ്പീച്ചും ഇതൊക്കെ നോക്കുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഡെവലപ്പ് ആകും. ഓക്കെ, ഡിസ്കോഴ്സസും അതുപോലെ നറേറ്റീവ്സ് ഒക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് വാങ്ങി വെച്ച് തന്നെ പഠിക്കുക. കാരണം നിങ്ങൾക്ക് സ്കൂളിൽ എത്രത്തോളം നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് മോഡൽ ഗൈഡ് പോലെ എന്തെങ്കിലും കിട്ടും. അപ്പോൾ അതിൽ നോക്കി കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താലേ, വിത്ത് ആൻസർ കീ ആണല്ലോ കിട്ടുന്നത്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് ശീലിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ എഴുതി റീഡ് ചെയ്ത് ശീലിക്കുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഡോണ്ട് വറി. എനിവേസ്, ഗുഡ് സ്കോർ, കൺഗ്രാറ്റുലേഷൻസ്. മിസ്സിൻ്റെ വക ഒരു ഇമോജി ഒക്കെ തരാണ് കേട്ടോ, ക്ലാപ്പ് ഒക്കെ തരാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സാറ്റർഡേ മീറ്റ് ചെയ്യാം. ഓക്കെ, സോ സീ യു ഓൾ on October 5th. Thank you students. Bye bye. Thank you, teacher. Happy weekend. Bye bye.